കഥ അടക്കണം. ഓം ശാന്തി. ഇന്നത്തെ മുരളി ഡേറ്റ് 19/9/2021. ബാബ 1988 മാർച്ച് 23 പറഞ്ഞ മുരളിയാണിത്. മുരളിയുടെ ഹെഡിങ് ആണ് ഹൃദയേശ്വരനായ ബാബയുടെ ഹൃദയ സിംഹാസനധാരി കുട്ടികളുടെ ലക്ഷണങ്ങൾ. ബാബയെ ഹൃദയേശ്വരൻ എന്നാണ് പറയുന്നത് അല്ലേ. ആരാണോ ബാബയുടെ മുന്നിൽ ഹൃദയം സമർപ്പിക്കുന്നത്, അത്ര നിഷ്കളങ്കരായിട്ട് ബാബയെ മനസ്സിലാക്കുന്നത്, അവർക്കാണ് ബാബയെ നന്നായിട്ട് അനുഭവിക്കാൻ സാധിക്കുക. അവിടെ രാമായണത്തിലും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഹനുമാൻ നെഞ്ചു പിളർന്ന് കാണിക്കുമ്പോൾ അകത്ത് ഹൃദയത്തിനുള്ളിൽ ശ്രീരാമനും സീതയും വസിക്കുന്നു. നമ്മൾ ക്ഷേത്രത്തിലാണെങ്കിലും സാഷ്ടാംഗ പ്രണാമം ചെയ്യും. അതിൽ ശിരസ്സും കൊണ്ടും മുട്ടിക്കും അല്ലേ. ശിരസിൽ എന്തുണ്ടോ, എന്തറിവുണ്ടോ, അതിൻ്റെ ആധാരത്തിൽ നമുക്ക് ഒരിക്കലും ഈശ്വരനെ കിട്ടില്ല. ഈശ്വരനെ നന്നായിട്ട് അറിയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ ശിരസിലുള്ള, അതായത് ഞാൻ പഠിച്ചത്, അറിഞ്ഞത് എല്ലാം, എൻ്റെ ബുദ്ധിപരമായിട്ടുള്ള എല്ലാം ഞാൻ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അതിൻ്റെ അടയാളമായിട്ടാണ് ശിരസ് കൊണ്ടുപോയി നമ്മൾ നിലത്ത് മുട്ടിക്കുന്നത്. നിസ്കരിക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും, അവർ ശിരസ് കൊണ്ടുപോയി നിലത്ത് മുട്ടിക്കുകയാണ്. അപ്പോൾ ശിരസ് നിസ്കരിക്കുന്ന പോസിൽ അവർ കാല് മടക്കി ശിരസ് കൊണ്ട് മുട്ടിക്കുമ്പം ഹൃദയം മുകളിലായി, ശിരസ് താഴെയായല്ലേ. അതായത് ഈശ്വരനെ അറിയാനായിട്ട് നമ്മൾ ബുദ്ധി ഉപയോഗിക്കരുത്. ഈശ്വരൻ, ബാബ ഓരോ കാര്യവും മുരളിയിൽ പറയുന്നുണ്ടല്ലോ. ചിലർ ബുദ്ധി ഉപയോഗിക്കും. ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നത് മനസ്സിലാവില്ല. ഭഗവാനെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭഗവാനെ അറിയണമെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഷ ഉപയോഗിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളുടെ ലക്ഷണമാണ് ഇപ്പോൾ ബാബ ഇന്നത്തെ മുരളിയിൽ പറയുന്നത്. അപ്പോൾ പറയാണ്, ആജ് ദിലാറാം ബാബ് അപ്നെ ദിൽരൂബ ബച്ചോ സെ മിൽനെ ആയേ ഹെ. ഇന്ന് ഹൃദയേശ്വരനായിട്ടുള്ള ബാബ തൻ്റെ ഹൃദയത്തിന് പ്രിയപ്പെട്ട കുട്ടികളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ദിലാറാം ബാബ് കെ ഹർ ഏക് ദിൽരൂബ അർത്ഥാത് ജിസ്കി ദിൽ മേ സദാ ദിലാറാം की याद के मधुर साज सोद ही बिजते रहते हैं, ऐसे दिलरुबा दिलाराम बाप की दिल को अपने स्नेह का साज से जीतने वाले हैं. ബാബ പറഞ്ഞ ദിൽരൂബ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹൃദയേശ്വരനായിട്ടുള്ള ബാബയുടെ പ്രിയപ്പെട്ട കുട്ടികൾ എന്ന് പറഞ്ഞാൽ അർത്ഥം, ആരുടെ ഹൃദയത്തിലാണോ സദാ ദിലാരാമൻ്റെ ഓർമ്മയുടെ മധുരമായ നാദമുള്ളത്, അത് സ്വതവേ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കുട്ടികൾ ബാബയുടെ ഹൃദയത്തെ തൻ്റെ സ്നേഹമാകുന്ന ആ നാദത്തിലൂടെ ജയിച്ചിരിക്കുന്നവരാണ്. ദിലാരാമനായിട്ടുള്ള ബാബയും അങ്ങനെയുള്ള കുട്ടികളുടെ മഹിമയാണ് പാടുന്നത്. ബാബയുടെ ഹൃദയത്തെ ജയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ ഹനുമാൻ്റെ കഥ കാണിക്കുന്നത് ഹനുമാൻ്റെ ഹൃദയത്തിൽ ശ്രീരാമൻ, ഇനി ശ്രീരാമൻ്റെ ഹൃദയത്തിൽ ഹനുമാൻ ഉണ്ടായിരിക്കണം അല്ലേ. ശിവബാബ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ആരാണ് ബാബയുടെ ഹൃദയത്തെ ജയിക്കുന്നത്, അതായത് ആരാണ് ബാബയുടെ ഹൃദയത്തിൽ വസിക്കുന്നത്, അവർ എങ്ങനെയുള്ളവരായിരിക്കും? സദാ ദിലാരാമൻ്റെ ഓർമ്മയുടെ, അതായത് ബാബയുടെ ആ ഓർമ്മയിൽ സദാ മുഴുകിയിരിക്കുന്നവർ, സ്വതവേ ബാബയുടെ ഓർമ്മയുണ്ട്, പ്രയത്നമില്ല, അങ്ങനെ ഇരിക്കുന്നവർ, അങ്ങനെയുള്ള കുട്ടികളാണ് ബാബയുടെ ഹൃദയത്തെ. സ്നേഹമുള്ളവരെ നാച്ചുറലായിട്ട് ഓർമ്മ വരും. അപ്പോൾ ബാബയെ അത്രത്തോളം സ്നേഹിക്കുന്ന കുട്ടികളാണ് ബാബയുടെ ഹൃദയത്തെ ജയിക്കുന്നവർ. തോ ബാബ് കെ ദിൽ ജീത് സ്വതവേ മായാജീത് ജഗജ്ജീത് ഹേഹി. ബാബയുടെ ഹൃദയത്തെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മായയെ ജയിച്ചു, ജഗത്തിനെ ജയിച്ചു. ജैसे कोई हद के राज्य के तख्त को जीतते हैं तो जीतना अर्थात तख्त नशीन बनना. ഇവിടെ നമ്മൾ ഒരു രാജാവ് മറ്റൊരു രാജ്യത്തെ വെട്ടിപ്പിടിക്കാറുണ്ട്, ഒരു രാജ്യത്തെ കടന്ന് ആക്രമിച്ച് അതിനെ തോൽപ്പിക്കാറുണ്ട്, ജയിക്കാറുണ്ട്. അതുകൊണ്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ രാജ്യത്ത് കയറി ഭരിക്കുക എന്നാണ് അർത്ഥം. ആ രാജ്യത്തിലെ സിംഹാസനത്തിൽ കയറി ഇരിക്കുക എന്നാണ് അർത്ഥം. ऐसे जो बाप के दिल तख्त को जीत लेते हैं वो खुद ही सदा तख्त नशीन रहते हैं എന്ന് പറഞ്ഞാൽ ബാബ പറയുകയാണ്, ഇവിടെയും ബാബയുടെ ഹൃദയത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മളൊരു രാജ്യം വെട്ടിപ്പിടിക്കുകയാണ്. സത്യയുഗമാകുന്ന രാജ്യത്തിലെ സിംഹാസനം നമ്മൾ നേടിയെടുക്കുകയാണ്. ഇവിടെയാണെങ്കിലും ബാബ പറയുകയാണ്, ഒരു രാജ്യത്തെ നമ്മൾ ആക്രമിച്ചു, ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആ രാജ്യത്തിൻ്റെ ഭരണം നമ്മൾ കയ്യിലാക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ബാബ പറയുകയാണ്, സത്യയുഗത്തിൽ നിങ്ങൾ എങ്ങനെ പ്രവേശിക്കാൻ പറ്റും? ഇവിടെ ആരാണോ ബാബയെ കീഴടക്കുന്നത്, ബാബയെ എങ്ങനെ കീഴടക്കും? ബാബയെ നമ്മൾ ആക്രമിച്ച് കീഴടക്കാൻ പറ്റില്ലല്ലേ.
ബാക്കി എല്ലാവരും നമുക്ക് ആക്രമിച്ച് കീഴടക്കാം. ഭഗവാനെ എങ്ങനെ കീഴടക്കും? ഭഗവാനെ സമർപ്പണത്തിലൂടെ കീഴടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ കീഴടക്കണമെങ്കിൽ, അതായത് ഭഗവാനെ ജയിക്കണമെങ്കിൽ, ഹൃദയത്തിൽ ഇരിക്കണമെങ്കിൽ സമർപ്പണം. ഈ ലോകത്തിലെ സർവ്വതിനെ നമ്മൾ സമർപ്പിക്കണം അല്ലെ ബാബയുടെ മുന്നിൽ. സർവ്വതിനോടുള്ള മോഹം സമർപ്പിക്കണം. എല്ലാം സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ബാബയുടെ ഹൃദയത്തിൽ കയറാൻ പറ്റും. അപ്പോൾ നാച്ചുറലി നമുക്ക് ഒരേ ഒരു ബാബയെ ഓർമ്മ വരും. അങ്ങനെ നാച്ചുറലി ലോകത്തിലെ എല്ലാത്തിനും ഉപരി നമുക്ക് ബാബയുടെ ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ബാബയെ ജയിച്ചു. ऐसे दिलजीत बच्चे श्वासों श्वास अर्थात हर सेकंड शिवाय बाप और सेवा के और कोई गीत नहीं गाते हैं. ഇപ്രകാരം ഹൃദയത്തെ ജയിച്ച കുട്ടികൾ ഓരോ ശ്വാസത്തിലും അർത്ഥം ഓരോ സെക്കൻഡും ബാബയും ബാബയുടെ സേവയും അല്ലാതെ മറ്റൊരു പാട്ടും പാടില്ല. സദാ ഏക് ഹി ഗീത് ബജ്താക്കി മേരെ ബാബ ഔർ മേ ബാബ് കാ. സദാ ഒരേ ഒരു പാട്ടാണ് പാടുന്നത്. എന്താണ്? എൻ്റെ ബാബ അല്ലെങ്കിൽ ഞാൻ ബാബയുടേതാണ്. ഇസ്കോ കഹത്തെ ഹെ ദിലാറാം ബാബ് കെ ദിൽ തക്ത് ദിൽ ജീത് ദിൽറുബ. ഇതിനെയാണ് പറയുന്നത് ദിലാരാമനായിട്ടുള്ള ബാബയുടെ ഹൃദയത്തെ ജയിച്ച ദിൽറുബ എന്ന്. ദിലാരാമനായിട്ടുള്ള ബാബയുടെ ഹൃദയത്തെ ജയിച്ച ദിൽറുബ. ബാബ് ദാദാ ഹർ ഏക് ദിൽറുബ ബच्चों की सदा मधुर साज सुनते रहते हैं. ഭിന്ന ഭിന്ന സാജ് ഹെ യാ ഏക് ഹി സാജ് ഹെ. ബാബ ഓരോരോ ദിൽറുബ കുട്ടികളുടെയും മധുരമായിട്ടുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന താളം കേൾക്കുന്നുണ്ട്. എല്ലാവരും ബാബയുടെ ദിൽറുബയാണ് അല്ലെ, ബാബയ്ക്ക് ഹൃദയത്തിന് ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ബാബ പറയണ എല്ലാവരുടെയും പലതരത്തിലുള്ള താളങ്ങളാണ്, മേളങ്ങളാണ് എല്ലാവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. ബാബ ചോദിക്കുകയാണ്, അങ്ങനെ പലതരം മേളങ്ങളാണോ അതോ എല്ലാവരുടെ ഒരുപോലെയാണോ? കബി കൊയ് അപ്നി കംജോരി കെ ബി ഗീത് ഗാത്തേ ഹെ ഔർ കബി ബാബ് കെ ബജായി അപ്നി ഗീത് ബി ഗാത്തേ ഹെ. ചിലർ തൻ്റെ ദുർബലതയുടെ ഗീതം പാടുന്നുണ്ട്. ബാബ എനിക്ക് ഒട്ടും പറ്റുന്നില്ല, പഴയതുപോലെ യോഗ ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ പരിസ്ഥിതി കാരണമാണ്, അല്ലെങ്കിൽ അവർ കാരണമാണ്. അങ്ങനെ ഓരോരുത്തരും തൻ്റെ കുറവുകളെക്കുറിച്ച് പറയാറുണ്ട്. ചിലരെന്തായും ഭയങ്കര കോൺഫിഡൻസ് ആണ്, എല്ലാ കാര്യവും സഹജമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് എൻ്റെ കഴിവ് കൊണ്ടാണ്. അങ്ങനെ തൻ്റെ പാട്ട് പാടുന്നവരുണ്ട്. ബാബ് കി മഹിമ കെ സാത്ത് അപ്നി മഹിമ ബി ആപ് കർത്തേ ഹെ. ചിലരങ്ങനെ ബാബയുടെ മഹിമ പാടും, അതിൻ്റെ ഇടയിൽ കൂടി തന്നെക്കുറിച്ച് തന്നെ പുകഴ്ത്തും, തൻ്റെ മഹിമയും പാടും. ബാബ്മേം ആപ് ഹെ. ബാബയിൽ ശരിക്കും നിങ്ങളുണ്ട്. അർത്ഥം ബാബ് കി മഹിമാമേ ആപ് കി മഹിമ ഹേ ഹി. അതുകൊണ്ട് ബാബ പറയുകയാണ്, നിങ്ങൾ ബാബയുടെ മഹിമ പാടുമ്പോൾ തന്നെ എന്തുണ്ടാവും? ഇതിൽ നിങ്ങളുടെ മഹിമയുണ്ട് അല്ലേ. ബാബ എപ്പോഴും പറയാറുണ്ട്, ബാബയ്ക്ക് കുട്ടികളില്ലാതെ ഈ ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ബാബ നിരാകാരിയാണ്, ബാബയ്ക്കൊരു ശരീരം വേണം. ഫുൾ കൽപ്പത്തിൽ നമ്മൾ ശ്രീകൃഷ്ണൻ്റെ മഹിമ പാടുന്നുണ്ട്. ഭഗവത്ഗീത പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലുള്ളവർ പറയും ശ്രീകൃഷ്ണനാണ് പറഞ്ഞത്. ഭാഗവതത്തിലെ കഥകൾ ഓരോന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ചെയ്ത ആരാണ്? വെണ്ണം മോഷ്ടിച്ചത് ശ്രീകൃഷ്ണനാണ് അല്ലേ. എല്ലാത്തിൻ്റെ സാരം പറഞ്ഞത് ശ്രീകൃഷ്ണനാണ്. ഗോവർദ്ധന പർവ്വതം ഉയർത്തി എല്ലാവരെയും സംരക്ഷിച്ചത് ശ്രീകൃഷ്ണനാണ്. എല്ലാം കൃഷ്ണനാണ്. അല്ലെങ്കിൽ ശ്രീരാമൻ്റെ പേരിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം കൃഷ്ണൻ്റെ പേരില്ല മഹിമ. കാരണം എന്താണ്? ശിവബാബയ്ക്ക് കിട്ടിയിട്ടില്ലേ? ശിവബാബ ചെയ്തുകൂടി ശ്രീകൃഷ്ണൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. കാരണം എന്താണ്? ഇവിടെ ബ്രഹ്മബാബ ഓരോ കർമ്മം ചെയ്തപ്പോഴും ശിവബാബയുടെ മഹിമ പറഞ്ഞു. അതുകൊണ്ട് ലോകം മുഴുവൻ ഇപ്പോൾ ആരുടെ മഹിമ പറയുകയാണ്? ബ്രഹ്മബാബയുടെ അടുത്ത ജന്മം ശ്രീകൃഷ്ണനായി ആ മഹിമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അതുകൊണ്ട് ബാബ പറയാണ്, ബാബയുടെ മഹിമയിൽ നിങ്ങളുടെ മഹിമയുണ്ട് തീർച്ചയായിട്ടും. ബാബയ്ക്ക് കുട്ടികളില്ലാതെ ഈ ലോകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ ബാബയെ മുന്നിൽ വെക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരും നമ്മളെ മുന്നിൽ വെക്കും. യഥാർത്ഥ സാജ് ബാബ് കെ ഗീത് ഗാനാ ഹി ശ്രേഷ്ഠ സാജ് ഹെ. അതുകൊണ്ട് ബാബ പറയുകയാണ്, യഥാർത്ഥ സംഗീതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സംഗീതം ആലപിക്കുമ്പോൾ അതെല്ലാം അതിൻ്റെ തനിമയായിട്ടുള്ള സുഖം കിട്ടണം. എന്ത് ചെയ്യണം? അതിൻ്റെ നാച്ചുറലായിട്ടുള്ള താളത്തിൽ അത് വായിക്കണം അല്ലേ. നാച്ചുറലായിട്ട് ആ പാട്ട് പാടണം. അങ്ങനെ യഥാർത്ഥമായിട്ടാകുന്നത് എപ്പോഴാണ്? ബാബയുടെ ഗീതം നമ്മൾ പാടുമ്പോൾ മാത്രമാണ് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മേളമായിട്ട് മാറുന്നത്. ജോ ദിൽ തക്ത് ജീത് ബच्चे ഹേ ഉൻകെ ഹർ കദം മേ ദൃഷ്ടി മേ ബോൽ മേ സംബന്ധ സമ്പർക്ക് മേം ഹർ ഏക് കോ ബാബ് ഹി ദിഖായി ദേഗ. ആരാണോ ബാബയുടെ ഹൃദയത്തെ ജയിച്ച കുട്ടികൾ, ബാബയുടെ ഹൃദയത്തെ ജയിച്ച കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ പോയിന്റ് എന്താണ് ബാബ പറയുന്നത്?
സദാ ഒരേ ഒരു ദിലാരാമൻ്റെ ഓർമ്മയിലിരിക്കുന്നവർ, അവരാണ് ദിലാരാമനായിട്ടുള്ള ബാബയുടെ ഹൃദയത്തെ ജയിച്ചവരെന്ന് ബാബ പറയുന്നത്. അതുകൊണ്ട് ബാബ ഇപ്പോൾ പറയുകയാണ്, ദിൽ തക്ത് ജീത് ബച്ചേ ഹെ ഉൻകെ ഹർ കദമേം ദൃഷ്ടിമേം ബോൽമേം. അവരുടെ അടുത്ത ലക്ഷണം പറയുകയാണ്, അവരുടെ ഓരോ ചുവടിലും ദൃഷ്ടിയിലും വാക്കിലും സംബന്ധ സമ്പർക്കത്തിലും ബാബയെ കാണപ്പെടും. അവരെ കാണപ്പെടുത്തില്ല, ശിവബാബയെ കാണത്തില്ല, ബ്രഹ്മബാബയെ കാണത്തില്ല, ശിവബാബയെ ആയിരിക്കും കാണുന്നത്. ബ്രഹ്മാവ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ബ്രഹ്മബാബയെ കാണത്തില്ല. ശിവബാബയുടെ മഹിമ പറയാനായിരിക്കും നമുക്ക് തോന്നുന്നത് അല്ലേ എന്ന് പറയുന്നത് പോലെ ബാബ പറയുകയാണ്, ആരാണോ ബാബയുടെ ഹൃദയത്തെ ജയിച്ചവർ, ശിവബാബയുടെ ഹൃദയത്തെ ജയിച്ച കുട്ടികൾ, അവർ നടക്കുമ്പോൾ, അവർ നോക്കുമ്പോൾ, അവർ സംസാരിക്കുമ്പോൾ, അവരൊരാളോട് പെരുമാറുമ്പോൾ അതിൽ ശിവബാബ എന്താണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നുള്ളത് കാണാൻ പറ്റും. ശിവബാബയുടെ സ്വരൂപത്തെ കാണാൻ പറ്റും. ചാഹെ മുഗ് ഉസ്കാ ഹോ ലേക്കിൻ ശക്തിശാലി സ്നേഹ് ബരേ ബോൾ സ്വദഹി ബാബ്കോ പ്രത്യക്ഷ കരേങ്കി. അവരുടെ സംസാരിക്കുന്ന അവരുടേതായിരിക്കും, പക്ഷെ ശക്തിശാലി സ്നേഹം അതിൽ നിറഞ്ഞിട്ടുണ്ട്. ഓരോ വാക്കിലും എല്ലാവരും ശിവബാബയുടെ കുട്ടികളാണ് എന്നുള്ള ആ സ്നേഹം നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ ആ സർവശക്തിമാന്റെ സ്നേഹം അവരുടെ വാക്കിൽ കാണപ്പെടും. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് എന്ത് മനസ്സിലാവും? ഇത് സംസാരിക്കുന്നത് ഇവരല്ല, ബാബയാണ് എന്ന് തോന്നും. ലേക്കിൻ ശ്രേഷ്ഠ അതോറിറ്റി അർത്ഥം സർവശക്തിമാൻ കെ ബോൽഹെ. അതുകൊണ്ട് ശ്രേഷ്ഠമായിട്ടുള്ള അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവശക്തിമാൻ്റെ, ശ്രേഷ്ഠ അതോറിറ്റി എന്ന് പറഞ്ഞാൽ സർവശക്തിമാൻ്റെ സംസാരമാണ്. ഇൻകെ ദൃഷ്ടി കി റുഹാനിയത് റൂഹോं को बाप की അനുഭൂതി कराने वाली है. അവരുടെ ദൃഷ്ടി ആത്മീയത, റുഹാനിയത് റൂഹോं को എന്നുവെച്ചാൽ ആത്മീയത, മറ്റ് ആത്മാക്കളെ, ആത്മീയത അതായത് ബാബയുടെ അനുഭൂതി ചെയ്യിപ്പിക്കുന്നതാണ്. അവരുടെ ദൃഷ്ടിയിൽ ആത്മീയതയുണ്ടായിരിക്കും, അത് ആത്മാക്കളെ ബാബയുടെ അനുഭൂതി ചെയ്യിപ്പിക്കും. ഇതിനു മുമ്പ് പറഞ്ഞ എന്താണ്? അവരുടെ ഓരോ ചുവടിലും വാക്കിലും സംബന്ധ സമ്പർക്കത്തിലും ബാബ കാണപ്പെടും അല്ല. അത് കുറച്ചുകൂടെ വിശദീകരിക്കുകയാണ് ബാബ. അവരുടെ വാക്കിൽ ഒന്ന് പറഞ്ഞു സ്നേഹം ഉണ്ടായിരിക്കും, പിന്നെന്തായിരിക്കും? അവരുടെ കണ്ണിൽ ബാബ അനുഭവിക്കാൻ സാധിക്കും. ഇൻകെ കദമേ പരമാത്മ ശ്രേഷ്ഠ മധുക്കെ കദം ഹേ. ബാബ പറയണ അവരുടെ ഓരോ ചുവടിലും പരമാത്മാവിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള അറിവിൻ്റെ ചുവടുണ്ടായിരിക്കും അല്ലേ. ചുവടെന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ജസ്റ്റ് വഴി കൂടെ നടന്നു പോകുന്നതിനെ കുറിച്ചിട്ടാണോ? അല്ല. ഒരു പ്രശ്നം വരുമ്പോൾ അതിലെങ്ങനെയാണ് ബാബ എന്താണ് ചെയ്യുന്നത്? ഒരു പ്രശ്നം വരുമ്പോൾ ബാബ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതായിരിക്കണം നമ്മുടെ കർമ്മത്തിൽ കാണപ്പെടുന്നത് അല്ലേ. ഒരാളോട് സംസാരിക്കുന്ന രീതി എന്താണ്, അത് ബാബ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതായിരിക്കണം മറ്റുള്ളവർ കാണപ്പെടുന്നത്. അതുകൊണ്ട് ബാബ പറയണം അവരുടെ ഓരോ ചുവടിലും ബാബ കൊടുത്തിരിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള അറിവ് കാണപ്പെടും. ദൃഷ്ടിയിൽ എന്ത് കാണപ്പെടും? ബാബയുടെ അനുഭൂതി ചെയ്യിപ്പിക്കും ദൃഷ്ടിയിലൂടെ. एक साधारण व्यक्ति नहीं लेकिन अव्यक्त फरिश्ते हैं ऐसी अनुभूति कराने वाले को कहते हैं दिलजीत सो जगजीत. അതുകൊണ്ട് ബാബ പറയുന്ന ഓരോ ചുവടിലും ബാബയുടെ ശ്രേഷ്ഠ മതത്തിൻ്റെ ചുവട്. അപ്പോൾ കാണുന്നവർക്ക് എന്തു തോന്നുന്നു? ഇവർ സാധാരണ വ്യക്തിയല്ല, അവ്യക്ത ഫരിസ്തയാണ്. ശരീരബോധത്തിന് ഉപരി നിൽക്കുന്ന ഏതോ സോൾ കോൺഷ്യസിൽ നിൽക്കുന്ന ഒരു പ്രകാശ ശരീരധാരിയാണ്, ഫരിസ്തയാണ്, ഏതോ ഒരു മാലാഖയാണ്. ഇങ്ങനെ അനുഭൂതി ചെയ്യിക്കണം. അങ്ങനെ ചെയ്യിക്കുന്നവരെയാണ് പറയുന്നത് ഹൃദയത്തെ ജയിച്ച, ജഗത്തിനെ ജയിച്ച കുട്ടികളെന്ന് അല്ല. അപ്പോൾ ബാബ എത്ര കാര്യം പറഞ്ഞു? അവരുടെ ഓരോ ചുവടിലും ബാബയുടെ മതം കാണപ്പെടണം. കണ്ണിൽ ദൃഷ്ടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കി വർത്താനം പറയുമ്പോൾ അവർക്ക് അതിലൂടെ ആത്മീയത അനുഭവിക്കാൻ സാധിക്കണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ സ്നേഹം നിറഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള അനുഭൂതി ചെയ്യിക്കുന്നവരെയാണ് ഹൃദയത്തെ ജയിച്ച, ജഗത്തിനെ ജയിച്ചവരെന്ന് പറയുന്നത്. വാണീസ്യ അനുഭവ കരാനായ സാധാരണ വിധിഹേ. അതുകൊണ്ട് വാക്കിലൂടെ നമ്മൾ കോഴ്സ് എടുക്കുമ്പോൾ, ബാബയുടെ പരിചയം കൊടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് സത്യമായിട്ടുള്ള ജ്ഞാനമാണല്ലോ. സത്യത്തിൻ്റെ ശക്തി ഉണ്ടല്ലേ ബാബയുടെ ജ്ഞാനത്തിൽ. കാരണം വളരെ കറക്റ്റായിട്ടുള്ളതാണ്, യാതൊരു കലർപ്പുമില്ല. അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അനുഭവം കിട്ടും, അവർക്ക് ഒരു ശക്തി കിട്ടും ഉള്ളിൽ.
ഇത് സാധാരണ വിധിയാണ്, സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. വാണി സെ പ്രഭാവ് ഡാൽനെ വാലെ ദുനിയാമേ ബി അനേക് ഹെ. ഇങ്ങനെ വാചക കസർത്ത് കൊണ്ട് ഒരുപാട് പേരെ സ്വാധീനിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പ്രസംഗം കൊണ്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീച്ച് കൊണ്ട് ഒരുപാട് പേരെ പോസിറ്റീവാക്കിയ അനേകരുണ്ട്. ലേക്കിൻ ആപ്കെ വാണി കി വിശേഷത യഹി ഹെ കി ആപ്കാ ബോൽ ബാപ് കി യാദ് ദിലായേ. പക്ഷെ നിങ്ങളുടെ വാക്കുകളുടെ വിശേഷത എന്താണ്? നിങ്ങളുടെ വാക്കിൽ എന്തുണ്ട്? ബാബയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, വെറും വാക്കല്ല നമ്മൾ പറയുന്നത് അല്ലേ. നമ്മൾ പരമാത്മാവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, പരമമായിട്ടുള്ള ആ സത്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ബാബയുടെ ഓർമ്മ കൊടുക്കുന്നതാണ്. ബാപ്കോ പ്രത്യക്ഷ കർണേക്ക് സിദ്ധി ആത്മാവോക്കോ അനുഭൂതിക്ക് രാഹ് ദിക്കായി. ബാബയെ പ്രത്യക്ഷമാക്കുന്നതിനുള്ള സിദ്ധി, ബാബയെ ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനുള്ള സിദ്ധി, ആത്മാക്കൾക്ക് സദ്ഗതി കൊടുക്കുന്നതിനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നതാണ് അല്ലെ. ശിവബാബയെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആത്മാവിന് സർവഗുണ സമ്പന്നമാകുന്നതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. സർവഗുണ സമ്പന്നമാകുന്നവരാണ് എവിടെ പോകുന്നത്? സത്യയുഗത്തിൽ വരുന്നവർ. ജസ്റ്റ് ആത്മാക്കളിലെ പാപം തീർത്തിട്ട് പോകുന്നവരുണ്ട്, അവരെവിടെ വരും? അവർ ദ്വാപരയുഗത്തിലേ വരുള്ളൂ അല്ലേ. സർവഗുണ സമ്പന്നമാകുന്നവരാണ് പരമാത്മാവിന് അച്ഛനാണ് എന്ന് മനസ്സിലാക്കിയവർ, പരമാത്മാവിൽ നിന്ന് ആസ്തി എടുക്കുന്നവർ, അവരാണ് സർവഗുണ സമ്പന്നമാകുന്നത്, അവരാണ് സത്യയുഗത്തിൽ വരുന്നത്. അതുകൊണ്ട് ബാബ പറയുകയാണ്, ബാബയെ പ്രത്യക്ഷപ്പെടുത്തുക, അങ്ങനെയുള്ള വാക്കുകൾ പറയുക എന്ന് പറയുന്നത് ആത്മാക്കൾക്ക് സദ്ഗതിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ്. യഹി ന്യാരാപ്പൻ ഹേ. ബാബ പറയുന്നത് ഇതാണ് ഡിറ്റാച്ച്ഡ് അവസ്ഥ. അഗർ ആപ്കി മഹിമ കർലി की बहुत अच्छा है, बोलने का आर्ट है या अथॉरिटी के बोल है, ये तो और आत्माओं को भी महिमा होती है. ബാബ പറയണ നിങ്ങളുടെ മഹിമ ചെയ്യുകയാണ്. ഒരാൾ നിങ്ങളുടെ മഹിമ പറയുകയാണ്, കൊള്ളാം, നിങ്ങൾ വളരെ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് നിങ്ങളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വളരെ നല്ലതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരത്തിനൊരു പ്രത്യേക കലയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിന് നല്ല അതോറിറ്റി ഉണ്ട്. ഏതോ അവർ ആത്മാവുക്ക് ബി മഹിമ ഹോത്തി ഹെ. ബാബ പറയണ ഇങ്ങനെയുള്ള മഹിമയൊക്കെ ലോകത്തിലെ എല്ലാ ആത്മാക്കൾക്കും നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ലേക്കിൻ ആപ്കെ ബോൽ ബാപ്കി മഹിമ അനുഭവ കരായേ, യഹി വിശേഷത പ്രത്യക്ഷത ക പർദ ഖോൽനെ ക സാധൻ ഹെ. അതുകൊണ്ട് നിങ്ങളുടെ സംസാരം, നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവർ നിങ്ങളെ അല്ല പ്രശംസിക്കുന്നത്, നിങ്ങളുടെ വാക്കിലൂടെ എനിക്ക് ഈശ്വരനെ അറിയാൻ പറ്റി, അല്ലെങ്കിൽ ഈശ്വരനെ അറിയാനായിട്ടുള്ള എൻ്റെ അനേക ദാഹം, സത്യമായിട്ടുള്ള അറിവ് കിട്ടുന്നതിനുള്ള ദാഹം നിങ്ങളുടെ വാക്കിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു, എനിക്ക് ഭഗവാനെ കിട്ടിയെന്നാണ് അവർ പറയുന്നതെങ്കിൽ ബാബ പറഞ്ഞ ഇതാണ് ഈശ്വരൻ ആരാണെന്ന് തെളിയിച്ചു കൊടുക്കുന്ന ആ കർട്ടൻ മാറ്റുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കർട്ടനിൽ മൂടപ്പെട്ട് കിടക്കുകയാണ്, എല്ലാവർക്കും മഹിമയുണ്ടല്ലേ, എല്ലാവർക്കും മഹിമ കൊടുത്ത് മഹാനാക്കിയത് ആരാണ്? ഒരു പരമാത്മാവാണ്. കഴിഞ്ഞ സംഗമയുഗത്തിൽ ശിവബാബ വന്നിട്ടുണ്ടായിരുന്നു. ശിവബാബ വന്നപ്പോൾ എല്ലാ ആത്മാക്കളും എന്താവസ്ഥയിലായിരുന്നു? ബാബ പറയുന്നത് മുൾക്കാടെന്നാണല്ലേ. ഒരു ചെടിയെപ്പോലും പൂ വിരിഞ്ഞിട്ടില്ല, എല്ലാത്തിലും മുള്ള് മാത്രമാണ്. അതുകൊണ്ട് സൂര്യൻ ഉദിച്ചില്ലേ എങ്ങനെയായിരിക്കും? എല്ലാ ചെടിയും പൂന്തോട്ടത്തിലുണ്ടായിരിക്കും, പക്ഷെ പൂ വിരിയില്ല. സൂര്യൻ ഉദിക്കുമ്പോഴാണ് റോസ വിരിയുന്നത്, ചെമ്പരത്തി വിരിയുന്നത്, സൂര്യകാന്തി വിരിയുന്നത്. എല്ലാ ഫ്ലവറും വിരിയണമെങ്കിൽ, അത് പൂക്കൾ ആ ചെടിക്ക് വിരിയിക്കാൻ സാധിക്കണമെങ്കിൽ സൂര്യൻ വരണം. അതുകൊണ്ട് ശിവബാബ വന്നതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും ഗുണങ്ങൾ പുറത്ത് വന്നിട്ട് അത് മഹിമയായിട്ട് മാറിയത്. അല്ലെങ്കിൽ എന്താവും? നമ്മൾ സീറോ ആയിട്ടിരുന്നേനെ. അതുകൊണ്ട് ബാബ പറയുകയാണ്, ഈ ലോകത്തിൽ എല്ലാവർക്കും മഹിമയുണ്ട്, പക്ഷേ ഈ മഹിമ എല്ലാവർക്കും കൊടുത്തത് ആരാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ക്രിസ്ത്യൻസ് ആരാധിക്കുന്നു. ആ യേശു ക്രിസ്തുവിന് അങ്ങനെയുള്ള ശക്തി കിട്ടിയത് എവിടെ നിന്നാണ്? പരമാത്മാവിൽ നിന്നാണ്. അതുപോലെ ശ്രീബുദ്ധനായിക്കോട്ടെ, ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാവരുടെയും പിന്നിലുള്ള ആൾ ഇതുവരെ വെളിച്ചത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാ ആചാര്യന്മാരും ഇവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് കഴിവുകളുള്ളവരുണ്ട്, വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഈ കഴിവ് കൊടുത്ത മഹാനാക്കിയത് ശിവബാബയാണ്. അതുകൊണ്ട് ബാബ പറയണത് നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ആ കട്ടന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ശിവബാബ പ്രത്യക്ഷത്തിൽ വരണം. ഇനിയിപ്പോൾ ആ കട്ടൻ മാറണം. तो जिसकी दिल में सदा दिलाराम है, उनके मुख द्वारा की दिल का आवाज़ दिलाराम को स्वतः ही प्रत्यक्ष करेगा. ആരുടെ ഹൃദയത്തിലാണോ സദാ ദിലാരാമനുള്ളത്, ഹൃദയേശ്വരനായിട്ടുള്ള പരമാത്മാവുള്ളത്, അവരുടെ നാവിലൂടെ
ഹൃദയത്തിൽ നിന്ന് വരുന്ന ശബ്ദം എന്തായിരിക്കും? ദിലാരാമൻ്റെ ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി ബാബയുടെ കാര്യത്തിലേക്ക് എല്ലാവരുടെ ശ്രദ്ധ പോകും. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കണം, ഓരോ ചുവടിലും വാക്കിലും മേരെ ദ്വാര ബാബ്ക്ക് പ്രത്യക്ഷത ഹോത്തി ഹേ, എന്നിലൂടെ ബാബയാണോ പ്രത്യക്ഷമാകുന്നത്, അതോ എല്ലാവരും എന്നെയാണോ ഫോക്കസ് ചെയ്യുന്നത്? മേരാ ബോൽ ബാബ്സെ സംബന്ധ് ചോടനെ വാല ബോൽ ഹേ, എൻ്റെ സംസാരം ബാബയുമായിട്ട് മറ്റുള്ളവരെ ബന്ധിപ്പിക്കുന്ന തരത്തിലാണോ? ക്യോങ്കി അഭി ലാസ്റ്റ് സേവാ കാ പാർട്ട് ഹി ഹേ പ്രത്യക്ഷത കാ ചണ്ടാ ലഹരാന. കാരണം ബാബ പറയുകയാണ്, ഇപ്പോൾ അന്തിമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. അന്തിമ സേവയുടെ പാർട്ട് അടുത്തു കഴിഞ്ഞു. അപ്പോൾ അന്തിമ സേവ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാബയെ പ്രത്യക്ഷമാക്കണം, അതിൻ്റെ കൊടി പാറിക്കണം, അതാണ് അന്തിമ സേവ. മെരാ ഹർ കർമ്മ ശ്രേഷ്ഠ കർമ്മയ്ക്ക് ഗതി സുനാനെ വാലെ ബാബ്കോ പ്രത്യക്ഷ കർണേ വാലാ ഹേ. എൻ്റെ ഓരോ കർമ്മവും ശ്രേഷ്ഠ കർമ്മമാണ്. എൻ്റെ ഓരോ കർമ്മവും ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ ഗതി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കണം. ബാബയെ പ്രത്യക്ഷപ്പെടുത്തുന്നതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. എൻ്റെ ഓരോ കർമ്മവും ശ്രേഷ്ഠ കർമ്മമായിരിക്കണം, ബാബയെ പ്രത്യക്ഷപ്പെടുത്തുന്നതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ജിസ്കി ദിൽ മേ സദാ ബാബ് ഹേ വഹ് സ്വത് ഹി മൻ സൺഷോസ് ഫാദർ കർണേവാല സമീപ് അർത്ഥ സമാൻ ബച്ചാ ഹേ. ആരുടെ ഹൃദയത്തിലാണോ സദാ ബാബയുള്ളത്, അവർ തനിയെ സ്വതവേ തന്നെ സൺഷോസ് ഫാദർ, ഫാദറിനെ കാണിച്ചു കൊടുക്കുന്ന പുത്രന്മാരായിരിക്കും. അർത്ഥം ബാബയുടെ സമീപത്തെത്തിയവരായിരിക്കും. ആർക്കാണ് സമീപത്തെത്താൻ പറ്റുക? സമാനരായവർക്ക് സമീപത്തെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ബാബ പറഞ്ഞ സമീപത്തെത്തിയവർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സമാനമായിട്ടുള്ള കുട്ടികൾ. ചാരോ അവർ അഭി യഹ് ആവാസ് ഗൂഞ്ചേക്ക് ഹമാര ബാബ ബ്രഹ്മകുമാരിയോങ്ക ബാബ നഹീം ഹമാര ബാബ. അതുകൊണ്ട് നാനാ ഭാഗത്തും ഇപ്പോൾ ഈ ശബ്ദം മുഴങ്ങണം, എൻ്റെ ബാബ, എൻ്റെ അച്ഛനെന്ന് എല്ലാവരും പറയണം. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ബ്രഹ്മകുമാരീസുകാർ ബാബ എന്നാണ് പറയുന്നത്, അല്ലെ ബ്രഹ്മകുമാരീസ് ശിവനെയൊക്കെയാണ് ധ്യാനിക്കുന്നത് എന്നാണ് പറയുന്നത്, അല്ലേ? അത് ബ്രഹ്മകുമാരീസിൻ്റെ ശിവനല്ലല്ലോ, എല്ലാവരുടെ അച്ഛനാണ്, എല്ലാ ആത്മാക്കളുടെ അച്ഛനാണ്. അതുകൊണ്ട് എല്ലാവരുടെയും നാവിൽ നിന്ന് ഈ വാക്ക് വരണം, എൻ്റെ അച്ഛൻ വന്നു. ജബ് ഏക ആവാസ് ഗൂഞ്ചേക തബി സീറ്റ് ഹോം കാ ഗേറ്റ് കൂലേക. എപ്പോഴാണോ ഈ മധുരമായിട്ടുള്ള ഹോം, മധുരമായിട്ടുള്ള വീട്, ആത്മാക്കളുടെ വീട്, ആ വീടിൻ്റെ ഗേറ്റ് തുറക്കുന്നത് എപ്പോഴാണ്? ഈ ലോകത്തിൽ പരമാത്മാവിൻ്റെ ശബ്ദം മുഴങ്ങണം, അപ്പോഴേ ആ മധുരമായിട്ടുള്ള ആത്മാക്കളുടെ വീടിൻ്റെ ഗേറ്റ് തുറക്കൂ. എന്ന് പറഞ്ഞാൽ ബാബ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം മാത്രമേ ഇവിടെ എല്ലാ ആത്മാക്കൾക്കും തിരിച്ചു പോകാൻ പറ്റൂ. അതുവരെ വിനാശം ഉണ്ടാവില്ല. വിനാശത്തിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തണമെങ്കിൽ ബാബ പ്രത്യക്ഷപ്പെടണം. ബാബയാണ് ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അല്ലേ? ഇത്രയും നാൾ നമ്മൾ ബാബയെ നിന്ദിക്കുകയായിരുന്നു. ബാബ തൂണിലും തുരുപ്പിലും കൊണ്ട് സർവ്വവ്യാപിയാണ് എന്നെല്ലാം പറഞ്ഞ് ഇൻസൾട്ട് ചെയ്ത ആളിപ്പോൾ ഭൂമി വന്ന് എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബ നിസ്വാർത്ഥ സേവയാണ് ചെയ്യുന്നത്, നിഷ്കാമ സേവയാണ് ചെയ്യുന്നത്. ഭഗവാൻ ചെയ്തിട്ട് ഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നില്ല. സത്യയുഗത്തിൽ ഇതിനൊന്നും ഫലം അനുഭവിക്കാനും വരുന്നില്ല. പക്ഷെ എല്ലാ ആത്മാക്കൾക്കും ഇതെല്ലാം ചെയ്ത് ആരാണെന്നുള്ള സത്യം അറിയാനായിട്ടുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് സത്യസ്വരൂപനായിട്ടുള്ള ഈ കർമ്മം മുഴുവൻ ചെയ്യുന്ന ആരാണ്? ശിവബാബയാണ്. അതുകൊണ്ട് ശിവബാബ പ്രത്യക്ഷപ്പെടാതെ ആർക്കും പരന്താമത്തിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോഴേ പരന്താമത്തിൻ്റെ ഗേറ്റ് തുറക്കത്തുള്ളൂ. ക്യോങ്കി ജബ് ഹമാര ബാബ കഹേ തബ് മുക്തി ക വർഷാമിലെ. എപ്പോഴാണോ എല്ലാവരും അച്ഛനെന്ന് പറയുന്നത്, അച്ഛനെന്ന് പറഞ്ഞാൽ ബാബ തരുന്ന രണ്ട് ആസ്തിയാണല്ലേ, ഒന്ന് മുക്തി, രണ്ടാമത് ജീവൻ മുക്തി. ഒന്ന് പരന്താമത്തിലേക്ക് പോകാൻ പറ്റുന്നതും, രണ്ട് സത്യയുഗത്തിലേക്ക് പോകാൻ പറ്റുന്നവരും. അച്ഛനെന്ന് പറയാതെ മുക്തിയും കിട്ടില്ല, ജീവൻ മുക്തിയും കിട്ടില്ല. അതുകൊണ്ട് ബാബ എന്ന് പറയുമ്പോഴാണ് മുക്തിയുടെ ആസ്തി കിട്ടുന്നത്. അവർ ആപ്കെ വ ബാപ്കെ സാത്ത് സാത്ത് ചാഹെ ബരാത്തി ബൻകെ ചലേ ലേക്കിൻ സബ്കോ വാപ്പസ് ജാനാഹി ഹെ. അതുകൊണ്ട് ബാബ പറയുകയാണ്, അപ്പോഴാണ് ആസ്തി കിട്ടുന്നത്. ഒന്നെങ്കിൽ നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ ബാബയോടൊപ്പം. ഈ വലിയൊരു ഘോഷയാത്രയാണ് ഇനി പരന്താമത്തിലേക്ക് എല്ലാ ആത്മാക്കളും ഒരുമിച്ച് പോകുന്ന ഒരു വലിയ ഘോഷയാത്രയാണ്. ആ യാത്രയിൽ തിരിച്ചു പോകാനായിട്ട് ഒന്നിച്ച് പങ്കെടുക്കണ്ടേ? ഒന്ന് നിങ്ങളോടൊപ്പമായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ശിവബാബയോടൊപ്പമായിരിക്കും വരുന്നത്. എന്തായാലും ബാബയ്ക്ക് എല്ലാവരും ഇവിടുന്ന് കൊണ്ടുപോവുക തന്നെ വേണം. ഹമാര ബാബ ആ ഗയാ കംസേ കം യഹ് ആവാസ് കാനോം സെ സുനിനെ ബുദ്ധി സെ ജാനേക്ക് അധികാരിത്വബനെ. ബാബ പറയണ, എൻ്റെ അച്ഛൻ ഇവിടെ വന്നു, ഇത് എല്ലാവരും അറിയും.
നേരിട്ടറിഞ്ഞവരുണ്ട് അല്ലേ? നമ്മളൊക്കെ എത്ര ഭാഗ്യശാലികളാണ്. ആദ്യം ബ്രഹ്മബാബയുള്ളപ്പം വന്നവർ മഹാഭാഗ്യശാലികൾ. പോട്ടെ, ബാബ അവ്യക്തമായതിനു ശേഷം ഇവിടെ വന്നു, ഇത്രയും മുരളി കേൾക്കാൻ പറ്റി, അവർ തന്നെ എത്ര ഭാഗ്യശാലികളാണ്. ഇനി വരുന്നവർക്ക് ഇത്രയും ജ്ഞാനം കിട്ടുമോ? ഈ ജ്ഞാനം പോലും അവിനാശിയാണ്. ഭഗവാൻ വന്ന് അറിഞ്ഞു, ശരി നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല എങ്കിൽ പോലും ഭഗവാൻ നേരിട്ട് പറഞ്ഞ മഹാവാക്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റി. അവ്യക്ത മുരളി നമ്മൾ വീഡിയോയിലൂടെ കാണുന്നുണ്ടല്ലേ, ഭഗവാന്റെ ചലനങ്ങൾ ഒരു ശരീരത്തിൽ വന്നിട്ട് എങ്ങനെയാണ് ബാബ നോക്കുന്നത്. അങ്ങനെ ബാബയുടെ ദൃഷ്ടിയിൽ നമ്മുടെ ഈ ശരീരവും, അതായത് നമ്മുടെ ആത്മാവിരിക്കുന്ന ഈ ബോഡി, ആത്മാവും ബാബ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവ്യക്ത മുരളിയിൽ പോലും പഴയ റെക്കോർഡാണെങ്കിൽ പോലും ഭഗവാൻ അതെല്ലാം കാണുന്നുണ്ട് അല്ലേ? ഭഗവാൻ കാണുന്നത് നമ്മൾക്കും കാണാൻ പറ്റി. നമ്മൾ എത്ര ഭാഗ്യശാലിയാണ്. ഇനി വരുന്നവർക്ക് ജസ്റ്റ് ഈശ്വരൻ വന്നിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ജ്ഞാനം പോലും കിട്ടത്തില്ല. വന്നിട്ട് എന്താ ചെയ്തത്, എന്താ പറഞ്ഞത്, ഒന്നും അറിയത്തില്ല. അവരുടെ മതസ്ഥാപകന്മാർക്ക് ഒരുപക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഈ മതസ്ഥാപകന്മാർ അടുത്ത കൽപ്പത്തിൽ വരുമ്പോൾ ഇതെല്ലാം വിളിച്ചു പറയും. അതാണ് പിന്നീട് മതമായിട്ട് മാറുന്നത്. ക്രൈസ്റ്റിൻ്റെ മതം, ബുദ്ധൻ്റെ മതം ഒക്കെ ആയിട്ട് മാറാൻ പോകുന്നത് എന്താണ്? ബാബ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ആ മതത്തിലൊക്കെ നമ്മൾ അവരുടെ വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശിവബാബ പറഞ്ഞതുമായിട്ട് സാമ്യം തോന്നുന്നത്. ബാബ പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്, അവരിലൂടെ ബാക്കിയുള്ള ആത്മാക്കൾക്കെല്ലാം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ബാബ പറയണം, ഞങ്ങളുടെ അച്ഛൻ വന്നു കഴിഞ്ഞു, ഏറ്റവും കുറഞ്ഞത് ഈ ശബ്ദമെങ്കിലും എല്ലാവരുടെയും ചെവികളിൽ എത്തണം. ബുദ്ധിസെ ജാനേക്ക് അധികാരിത്വ ബനെ. അതുകൊണ്ട് ബാബ പറയണ ബുദ്ധി കൊണ്ട് അറിയാനായിട്ടുള്ള അധികാരം, അവകാശം, ആ അവകാശം ഉണ്ടാവണം. കൊയ് ബി വഞ്ചിത് നാ രഹിച്ചായി, ഒരാൾ പോലും വഞ്ചിക്കപ്പെടരുത്, അച്ഛൻ വന്നത് അറിയാതിരിക്കരുത്. വിശുക്ക ബാബ് ഹേ തോ വിശുക്ക് ആത്മാവും ഗോ ഇതിന് അഞ്ജലി തോ ദേനി ഹേന. ബാബ പറയാണ്, നമ്മുടെ വീട്ടിൽ ഇന്ന ലൗകിക അച്ഛനുണ്ട്, അത് എൻ്റെ അച്ഛൻ എന്നാണ് പറയുന്നത് അല്ലേ? കാരണം എൻ്റെ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ എല്ലാവരുടെയും കൂടെ അച്ഛനാണ്. ബാബ പറഞ്ഞ വിശ്വത്തിലെ എല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണ്. അതുകൊണ്ട് വിശ്വത്തിൻ്റെ അച്ഛനാണ് ആര്? ശിവബാബ. അതുകൊണ്ട് വിശ്വത്തിൻ്റെ അച്ഛനെ നമ്മുടെ എല്ലാ സഹോദരാത്മാക്കളും അറിയണ്ടേ? അതുകൊണ്ട് വിശ്വത്തിലെ ആത്മാക്കൾക്ക് അത്രയെങ്കിലും നമ്മൾ അഞ്ജലി കൊടുക്കണ്ടേ? അപ്നി സാഗർക്കോ आपने सागर को हब किया लेकिन वह एक बूंद के प्यासे उन्हों को बूंद तो പ്രാപ്ത് കരായെങ്കേന. ബാബ പറയുകയാണ്, നിങ്ങൾ സാഗരത്തെ വിഴുങ്ങിയവരാണ്. നിങ്ങൾക്ക് കിട്ടിയത്രയും ജലം വേറെ ആർക്കും കിട്ടിയിട്ടില്ലല്ലേ? ഈ ജ്ഞാനമാകുന്ന അറിവ്, ജ്ഞാനമാകുന്ന സാഗരം, ബാബ എന്താണോ പറഞ്ഞത് അത് മുഴുവൻ കിട്ടി. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യം അറിയാം. ഓരോ ആത്മാക്കൾ ഈ ഭൂമിയിൽ വന്നിട്ട് എന്തൊക്കെ പാർട്ട് അഭിനയിക്കുന്നുണ്ട്, എത്ര ജന്മം എടുക്കുന്നുണ്ട്, കലിയുഗത്തിൽ എത്തുമ്പോൾ എന്തൊക്കെ കർമ്മം ചെയ്യും, എല്ലാം നമുക്ക് മനസ്സിലായി. അതായത് ബാബയെ മുഴുവനും നമ്മൾ വിഴുങ്ങി, സാഗരത്തെ വിഴുങ്ങിയവരാണെന്ന് ബാബ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സാഗരത്തെ വിഴുങ്ങി. ഇനി ഭക്തിയിലൊരു പാട്ടുണ്ട്, അങ്ങയുടെ ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്നവരാണ് എന്നൊരു പാട്ടുണ്ട്. ബാബ പറയുകയാണ്, അത് ശരിക്കും ഭക്താത്മാക്കൾ ബാബയെ അറിയാത്തവരെ കുറിച്ചിട്ടുള്ള പാട്ടാണ്. നിങ്ങൾക്ക് മുഴുവൻ സാഗരവും കിട്ടി, ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്നവരുണ്ട് അല്ലെ? മരുഭൂമി കിടക്കുകയാണെങ്കിൽ ഒരു തുള്ളി ജലം പോലും വളരെ അമൂല്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ബാബ പറയുകയാണ്, അങ്ങനെയുള്ളവരാണ് ബാബയെ അറിയാത്തവർ. അവർ ദാഹിച്ചിരിക്കുകയാണ്. അവർക്ക് അർഹതപ്പെട്ട ആ ഒരു തുള്ളി അവർക്ക് നേടാൻ പറ്റണ്ടേ? അങ്ങനെ നേടിപ്പിച്ച് നമ്മൾ കൊടുക്കണ്ടേ? ഇസ്കേലിയെ ക്യാ കർണാപ്പടെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹർ കദം ഹർ ബോൽ ബാബ്കോ പ്രത്യക്ഷ കർണേ വാലേ ഹോ തബ് യഹ് ആവാസ് ഗൂഞ്ചേങ്ക. നമ്മുടെ ഓരോ ചുവടും ഓരോ വാക്കും ബാബയെ പ്രത്യക്ഷപ്പെടുത്തുന്നതായിരിക്കണം. അതിന് നമ്മൾ പരിവർത്തനപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബ പറയാണ്, ലോകത്തിലുള്ളവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കരുണയാണത്, നമ്മുടെ പരിവർത്തനം. അതുകൊണ്ട് ബാബയെ പ്രത്യക്ഷപ്പെടുത്തുന്നതാണ്. അപ്പോഴേ ഈ ശബ്ദം എല്ലായിടത്തും മുഴങ്ങത്തുള്ളൂ. तो ऐसे बाप को प्रत्यक्ष करने वाले बच्चों को ही दिलाराम की दिलरुबा कहते हैं. ഇപ്രകാരം ബാബയെ പ്രത്യക്ഷപ്പെടുത്തുന്ന ആ കുട്ടികളെ, അവരെ തന്നെയാണ് ദിലാരാമൻ്റെ ദിൽരൂപ എന്ന് പറയുന്നത്. ജിസ്കി ദിൽ സെ ഏക് ഹി ബാബ് കെ സാജ് ബജത്തെ ഹി. ആരുടെ ഹൃദയത്തിലാണോ ഒരേയൊരു ബാബ, ആ ബാബയുടെ സംഗീതം മുഴങ്ങുന്നത്. തോ ഏസെ ദിൽരൂബ ബെനെഹോന, ഇങ്ങനെയുള്ള ആ ബാബയുടെ പ്രിയപ്പെട്ട ആത്മാവായോ നീ. एक गीत गाओ तो दूसरे गीत സ്വത് ഹി സമാപ്ത് ഹോ ജായെങ്കി. ബാബ പറയാണ്, ഈ ഒന്നിൻ്റെ പാട്ട് പാടണം. ഒരേ ഒരു പരമാത്മാവിൻ്റെ പാട്ട് പാടിക്കഴിഞ്ഞാൽ ലോകത്തിൽ ബാക്കിയുള്ള എല്ലാ പാട്ടും നിൽക്കും അല്ലേ? ഉറക്കെ കേൾക്കുന്ന പാട്ട്
ബാക്കിയുള്ള എല്ലാ പാട്ടിൻ്റെയും ശബ്ദം ആരുടെയും ചെവിയിലെത്തില്ല. ഏറ്റവും ശബ്ദത്തിൽ മുഴങ്ങുന്ന പാട്ടേ എല്ലാവരും കേൾക്കത്തുള്ളൂ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഓരോ മതത്തിലുള്ളവരും അവരുടെ മതസ്ഥാപകൻ്റെ പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ നമ്മൾ ഓരോരുത്തരെയും പ്രശംസിക്കാറുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ ആക്കി ഒരേ ഒരു ബാബയെ പ്രശംസിക്കണം. അതുകൊണ്ട് ബാബ പറയണ ഈ ഒന്നിൻ്റെ പാട്ട് പാടണം, അപ്പോൾ ബാക്കി എല്ലാ പാട്ടും ഇല്ലാതെയാകും. സിർഫ് ദോ ശബ്ദോമേ കുശ് ഖബരി സുനാവോ, ഓക്കെ रूह रिहान करो और गीत सुनाने लिए ടൈം നാ ലോ. ബാ പറയാണ്, 2 വാക്കിൽ നിങ്ങൾ എല്ലാവരുടെ വിശേഷം പറയണം. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ, അധികം പറയേണ്ടി വരുന്നില്ല. റൂഹ് റിഹാൻ കറോ, എല്ലാവരുടെ ആത്മീയ സംഭാഷണം ചെയ്യൂ. ഓർ ഗീത് സുനാനേലിയെ ടൈം നാദോ, മറ്റുള്ളവരുടെ കാര്യവും വ്യർത്ഥമായിട്ടുള്ള കാര്യവും ലോകത്തിലെ അവരുടെ ഇവരുടെയും കാര്യവും വ്യക്തികളുടെ മഹിമ പാടുന്നത് നിങ്ങൾ കേൾക്കണ്ട, അതിന് സമയം പോലും കൊടുക്കണ്ട. खुशखबरी सुनाने में समय नहीं लगता है, लेकिन രാമകഥ സുനാനെ में ടൈം लगता है. ബാബ പറയുന്ന സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ശിവബാബയെ അറിയിക്കുക എന്നുള്ളതാണ്. അല്ലെ, ശിവബാബ പ്രത്യക്ഷപ്പെടുക എന്നുള്ള കാര്യം എല്ലാ ആത്മാക്കളെ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ആ സന്തോഷ വാർത്ത പറയാനായിട്ട് ആർക്കും സമയമില്ല. പക്ഷെ എല്ലാവരും രാമകഥ പറയാനായിട്ടാണ് സമയം. അല്ലെ, രാമകഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ബാബു ഉദ്ദേശിക്കുന്നത് എന്താണ്? പരമാത്മാവെന്ന രാമൻ്റെ കാര്യമല്ല, ശ്രീരാമൻ്റെ കഥ. ശ്രീരാമൻ്റെ കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീരാമൻ ത്രേതായുഗത്തിൽ വരുന്നവരാണല്ലേ. ആരാണ് വികാരങ്ങളുടെ മേൽ ജയിക്കാത്തത് അവരാണ് ത്രേതായുഗത്തിൽ വരുന്നത്. അതായത് ഇവിടെ എല്ലാ കുറ്റവും കംപ്ലൈൻറ്റും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ ജയിച്ചില്ല. അതുകൊണ്ട് രാമകഥ പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് ബാബു ഉദ്ദേശിക്കുന്നത്? തൻ്റെ മഹിമ പറയുക, തൻ്റെ കംപ്ലൈൻറ്റ് പറയുക, തൻ്റെ പ്രശ്നങ്ങൾ പറയുക. അതിനുവേണ്ടി സമയം ചെലവാക്കുന്നവരാണ് രാമപുരിയിലേക്ക് പോകുന്നത്. ബാബ്ദാദ ഏസി ബാത്തോങ്കോ രാമകഥ കഹത്തെ ഹെ, കൃഷ്ണകഥ നഹിം കഹത്തെ ഹെ. ബാബ ഇങ്ങനെ തന്നെക്കുറിച്ചും തൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നവരെ രാമകഥ എന്നാണ് പറയുന്നത്. അവർ കൃഷ്ണൻ്റെ രാജധാനിയിൽ വരില്ല, അതുകൊണ്ട് കൃഷ്ണകഥ എന്ന് പറയത്തില്ല. ഇത് ചൗദോ കല വാലോങ്കി കഥാ ഹെ. ബാബ പറയണം, ഇത് 14 കലാ സമ്പൂർണ്ണ ആകുന്നവരുണ്ട് ത്രേതായുഗത്തിലുള്ളവർ, അവരുടെ കഥയാണ്. 16 കല വാലോങ്കി നഹീം, 16 കല സമ്പൂർണ്ണമാകുന്നവരുടെ അല്ല. രാമകഥ കർണേ വാലോത്തോ നഹി ഹേന, അതുകൊണ്ട് രാമകഥ പറയുന്നവരല്ലല്ലോ. അഭി സേവ ബഹുത് രഹി ഹുയി ഹെ. ബാബു പറയാണ്, ഇനി ഒരുപാട് സേവ അവശേഷിക്കുന്നുണ്ട്. അഭി കിയാ ഹി ക്യാ ഹെ, ഇപ്പം നമ്മൾ എന്താ ഇത്രയും നാളായിട്ട് ചെയ്തിരിക്കുന്നത്? സോച്ചോ 550 करोड़ ആത്മായേ ഹെ, കം സെ കം ഏക് ബൂന്ദ് ഹി ദോ ലേക്കിൻ ദേനാ ഹി ഹെ. ബാബ പറയാണ്, ബാബ അന്ന് മുരളി പറയുന്ന സമയത്ത് 88-ൽ ഏകദേശം 550 കോടി ആത്മാക്കളാണ് ഭൂമിയിലുള്ളത്. ഇപ്പോൾ എത്രയുണ്ട്? ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 790 കോടി ജനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ജസ്റ്റ് നേരത്തേക്ക് 800 എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ 800 കോടിയില്ല, ശരിക്കും 790 കോടി ജനങ്ങളാണ് 2021 കണക്കനുസരിച്ചിട്ട് ഉള്ളത്. അതുകൊണ്ട് ബാബ പറയുകയാണ് 790 കോടി ആത്മാക്കളുണ്ട്. ബാബയുടെ കുട്ടികളായിട്ടുള്ളവർ എത്ര പേരുണ്ട്? ബാബയെ അറിഞ്ഞവർ അല്ലെ. ബാബ പറഞ്ഞു, ബുദ്ധി കൊണ്ട് അറിയുന്നവരെങ്കിലും ആവണം. ഈശ്വരൻ വന്നു ജസ്റ്റ് നമ്മുടെ ബുദ്ധിക്കെങ്കിലും ടച്ച് ആവണം. പക്ഷെ ഒരുപാട് പേര് നോട്ടീസ് കിട്ടിയിട്ട് അറിഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഭൂമിയിൽ വന്നു എന്നുള്ള ബ്രഹ്മകുമാരിസിൻ്റെ മെസ്സേജൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക്. ഇപ്പോൾ യൂട്യൂബിലൂടെ നോക്കി എത്രയോ കോടി പേരാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ, നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. അതുപോലെ കോടി പേര് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബാബ പറയാണ്, ഇത്രയും കോടി ആത്മാക്കളുണ്ട്, ഏറ്റവും കുറഞ്ഞത് ഒരു തുള്ളിയെങ്കിലും കൊടുക്കൂ. ചാഹെ ആപ്കെ ഭക്ത് ബനെ ചാഹെ ആപ്കി പ്രജ ബനെ, ഒരുപക്ഷെ നിങ്ങളുടെ ഭക്തനായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ പ്രജയാവാം. ദേവത ബനേങ്കെ തോ ബി ദേനാഹിഹെ, നിങ്ങളുടെ പ്രജയാവണമെങ്കിൽ എങ്ങനെയുള്ളവരാകുന്നത്? നിങ്ങൾ പറയുന്ന ജ്ഞാനം കേട്ട് ശിവബാബയെ അറിയണം. ശിവബാബയിൽ നിന്ന് അവർ ഡയറക്റ്റ് മുരളി കേൾക്കണം, ജ്ഞാനം കേൾക്കണം, ശിവബാബയിൽ നിന്ന് ആസ്തി എടുക്കണം, ബാബയെ ഓർമ്മിക്കണം. ഓർമ്മിക്കാൻ തുടങ്ങുന്നവരെ സത്യയുഗത്തിലോ ത്രേതായുഗത്തിലോ വരത്തുള്ളൂ. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും വരുമ്പോഴാണ് നിങ്ങളുടെ പ്രജയാവുന്നത്. അതുകൊണ്ട് ബാബ പറഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവരെ പ്രജയാക്കാം, അല്ലെങ്കിൽ ഭക്തന്മാരാക്കാം. ദ്വാപരയുഗത്തിൽ തൊട്ടാണെങ്കിൽ നിങ്ങളുടെ ഭക്തന്മാരാണ്. ദേവത ബനേങ്കെ തോ ബി ദേനാഹി ഹേ, അങ്ങനെ ദേവത ആവുകയാണെങ്കിലും നമ്മളിത് കൊടുക്കണം. ഭക്തിമേ ദേവ് ബെൻകെ പൂജ ജായെങ്കിൽ, ഇനി ഭക്തി തുടങ്ങുമ്പോൾ നമ്മുടെ ദേവതാ സ്വരൂപത്തിൽ വെച്ചിട്ട് പൂജിക്കാറുണ്ടല്ലോ. തോ ദേങ്കെ തപ് തോ ദേവത സമജ് പൂജയെങ്കിൽ, അതുകൊണ്ട് ബാബ പറയണം, നമ്മൾ എന്തെങ്കിലും കൊടുത്താലേ ഉള്ളൂ നമ്മളെ ദേവതയായിട്ട് കാണുള്ളൂ അല്ലേ.
കൊടുക്കുന്നവരെയാണ് ദേവത എന്ന് പറയുന്നത്. സത്യയുഗത്തിൽ വന്നിട്ട് നമുക്കിപ്പോൾ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? സത്യയുഗത്തിൽ എല്ലാവരും സമ്പൂർണ്ണമാണ്, എല്ലാവർക്കും സുഖവും ശാന്തിയും നിറഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരാൾ മറ്റൊരാൾക്ക് സുഖവും ശാന്തിയും കൊടുക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരും അവരുടെ ആത്മാവാണെന്നുള്ള സ്മൃതിയിൽ അങ്ങ് ജീവിച്ചാൽ മതി. അവിടെ ഓട്ടോമാറ്റിക്കലി ആ പ്രോസസ്സ് നടക്കും. സംഗമയുഗത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. സംഗമയുഗത്തിൽ കൊടുക്കുന്നവരാണ് സത്യയുഗത്തിൽ ദേവതയാവുന്നത്, അല്ലെങ്കിൽ ത്രേതായുഗത്തിൽ ദേവതയാവുന്നത്. അതുകൊണ്ട് ഈ യുഗത്തിൽ നമ്മൾ ആർക്കാണോ ശ്രേഷ്ഠ കർമ്മം അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചിട്ടുള്ള സമ്പൂർണ്ണ ജ്ഞാനം, ആത്മാവിൻ്റെ അച്ഛനെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം ഇത് കാണിച്ചു കൊടുക്കുന്നത്. ബാബ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. സംബന്ധ സമ്പർക്കത്തിലൂടെ നമ്മൾ കൊടുക്കണം. ഓരോ ചൂടിലും ബാബയുടെ കർമ്മം കാണിച്ചു കൊടുക്കണം. വാക്കിലൂടെ കൊടുക്കണം, നമ്മുടെ നയനങ്ങളിലൂടെ കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുന്നവരാണ് ദേവതയാവുന്നത്. പ്രജാബി തബ് മാനേക്ക് ജബ് കൊയ് പ്രാപ്തി ഹോങ്കി, പ്രജകളും അപ്പോഴേ അംഗീകരിക്കത്തുള്ളൂ. പ്രജകളാകുന്നവർ തന്നെ രാജാവായിട്ട് അംഗീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റുള്ളവർ തന്നെ രാജാവായിട്ട് അംഗീകരിക്കണമെങ്കിൽ ആ രാജാവ് പ്രജകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നവരായിരിക്കണം അല്ലോ. അതുകൊണ്ട് പ്രജകൾക്ക് എന്തെങ്കിലും പ്രാപ്തി കിട്ടണം, എപ്പോഴേ നമ്മളെ രാജാവായിട്ട് അംഗീകരിക്കൂ. ऐसे ही कैसे मानेंगे कि आप माता-पिता हो? അല്ലെങ്കിൽ എങ്ങനെ അംഗീകരിക്കും? പ്രജകൾ ആ രാജാവിനെ തൻ്റെ അച്ഛനും അമ്മയായിട്ടാണ് കാണുന്നത്, രാജാവിനെ റാണീനെ. അതുകൊണ്ട് പ്രജകൾ എങ്ങനെ അംഗീകരിക്കും? അങ്ങാണ് മാതാവും പിതാവും എന്നും രാജാബി മാത് പിതാ ഹി ഹേ. അതുകൊണ്ട് രാജാവിനെയും മാതാവും പിതാവുമായിട്ടാണ് കാണുന്നത്. ദോനോ ഹി രീതി സെ ദാതാക്കെ ബെച്ച് ദാതാ ബെൻ തേനാ ഹേ. അതുകൊണ്ട് ബാബ പറയുന്നത് രണ്ട് രീതിയിലും നമ്മൾ ദാതാവിൻ്റെ കുട്ടികളാണ്. ശിവബാബ ദാതാവാണ്, ആ ദാതാവിൻ്റെ കുട്ടികളാണ്. അതുകൊണ്ട് നമ്മളും കൊടുക്കുന്നവരാകണം. ലേക്കിൻ ദേത്തെ ഹുയെ ദാതാക്കി യാ ദിലാനെ ഹേ. അതുകൊണ്ട് ബാബ പറയാണ് നമ്മൾ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശ്രേഷ്ഠ കർമ്മം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ശിവബാബയുടെ ഓർമ്മയും കൂടെ കൊടുക്കണം, ശിവബാബയുടെ സ്മൃതിയും കൂടെ കൊടുക്കണം. സമച്ച ക്യാ കർനാ ഹേ, മനസ്സിലായോ എന്ത് ചെയ്യണമെന്ന്? एक नहीं समझो विदेश में अथवा देश में इतने सेंटेड स्कूल गए बहुत हो गया. ബാബറിന് ഒരിക്കലും നിങ്ങളിങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇന്ന് 149ഓളം രാജ്യങ്ങളിൽ ബ്രഹ്മകുമാരീസ് ഉണ്ട്, എല്ലായിടത്തും ആയിക്കഴിഞ്ഞു, ഒരുപാട് സെൻറ്ററുകൾ തുറന്നു. ബാബറിന് അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. ലേക്കിൻ രഹംതിൽ ബാബ്കി ബച്ചേ ഹോന, നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ ബാബയുടെ മെസ്സേജ് എത്തിച്ചു കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ബാബ പറയുകയാണ്, നിങ്ങൾ നിർത്തരുത്, നിങ്ങൾ ദയാഹൃദയരായിട്ടുള്ള ബാബയുടെ കുട്ടികളല്ലേ. ഇനിയും ഒരുപാട് ആത്മാക്കളുണ്ട് അല്ലേ. നമ്മുടെ ചുറ്റുപാടും തന്നെ നോക്കി, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് ശിവബാബയെ അറിയാമോ? ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ബാബ പറയുന്നത് ദയാഹൃദയരാവണം. എന്നിട്ട് ബാബയെ കാണിച്ചു കൊടുക്കണ്ടേ, ബാബയുടെ കുട്ടികളല്ലേ. സബി അപ്നെ പ്യാസെ ഭടക്തേ ഹുയി ബായി ബഹനോങ്കോ ഊപ്പർ രഹം കർണ. എല്ലാവരും ദാഹിച്ചിരിക്കുന്ന അലയുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ട്. ഇപ്പം എൻ്റെ സഹോദരൻ വെള്ളം കിട്ടാതെ 2 ആഴ്ചയായിട്ട് എവിടെയോ താമസിക്കുകയാണ്, അല്ല ഇത്ര ദിവസമായിട്ട് ഇവിടെ ഉണ്ട്, അവിടെ ശുദ്ധജലം ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചു കൊടുക്കില്ലേ എന്ന് പറയുന്ന പോലെ ലോകത്തിലെല്ലാവരും എൻ്റെ സ്വന്തം സഹോദരങ്ങളാണ്. അത് ഏത് മതത്തിലുള്ളവരാണേലും സ്വന്തം സഹോദരങ്ങളാണ്. അതുകൊണ്ട് ബാബ പറയണം, ഇവർക്ക് എല്ലാവർക്കും നിങ്ങൾ ജലം എത്തിച്ചു കൊടുക്കണം. ആ എത്തിച്ചു കൊടുക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് അവരുടെ മേൽ നമ്മൾ ദയം കാണിക്കണം. കിസിക ഉല്ലന നഹി കർണ ചാഹിയേ. അവരുടെ ആരും നാളെ കുറ്റം പറയാനായിട്ട് പാടില്ല, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നൊന്നും. വിദേശ് മേ ബഹുത് ആശിഖ് ഹോ ഗയേ ഹേ, ജബ് ബഹുത് ആത്തേ ഹേ തോ ബാണ്ടനാ തോ പടേഗാന. ബാബ പറയാണ്, വിദേശത്ത് ഇപ്പോൾ നോക്കിക്കേ, ബാബയുടെ കുട്ടികളായിട്ട് ബാബയുടെ പ്രിയതമകളായിട്ട് ഒരുപാട് പേര് മാറിക്കഴിഞ്ഞു അല്ലെ. പരമാത്മാവിൻ്റെ പ്രിയതമകളാണ് എല്ലാ ആത്മാക്കളും. അവിടെ ആത്മസ്മൃതിയിൽ പരമാത്മാവിനെ ഓർമ്മിക്കുന്ന പ്രിയതമകളായിട്ട് എല്ലാവരും മാറിക്കഴിഞ്ഞു. ജബ് ബഹുത് ആത്തേ ഹേ തോ ബാണ്ടനാ തോ പടേഗാന. ബാബ പറയാണ്, ഒരുപാട് പേരിപ്പോൾ ഇവിടെ ബാബയെ അറിഞ്ഞിട്ട് മധുബനിൽ വരാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി തിരിച്ചു ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? ബാബയിൽ നിന്ന് കിട്ടിയത് അവിടെ എല്ലാം വിതരണം ചെയ്യണ്ടേ. സമയബി ബാണ്ടനാപ്പടെ. ബാബ പറയാണ്, ഇനി ഇവിടെ എല്ലാം വീതിച്ചു കൊടുക്കണം, എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് പോലെ ഇപ്പം മധുബനിൽ നിങ്ങളെല്ലാവരും എത്തി വന്നിരിക്കുകയാണ്. ശിവബാബയ്ക്ക് എല്ലാവർക്കും വേണ്ടി സമയം കൊടുക്കേണ്ടി വരികയാണ് അല്ല. സ്റ്റേജിൽ വിദേശികളെയൊക്കെ വിളിക്കും, വിദേശികളെല്ലാം വിളിച്ചിട്ട് അവർക്ക് സ്പെഷ്യൽ ദൃഷ്ടിയൊക്കെ കൊടുക്കും, അവരോട് സംസാരിക്കും. അതുകൂടാതെ തന്നെ വലിയ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നതെങ്കിൽ ബാബ പറയും, വിദേശത്ത് നിന്ന് വന്നവർ എഴുന്നേറ്റ് നിൽക്കാൻ പറയും.
എന്നിട്ട് അവരെ പ്രത്യേകം കണ്ടിട്ട് അവരുടെ ഗുണങ്ങളും അവരുടെ പുരുഷാർത്ഥത്തെക്കുറിച്ചും ബാബ സംസാരിക്കും. അതുപോലെ ഓരോ സോണിൽ നിന്നും വന്നവരെ എഴുന്നേൽപ്പിച്ച് നിർത്തും. അതുകൊണ്ട് ബാബയ്ക്ക് എല്ലാവർക്കും വേണ്ടി സമയം കൊടുക്കേണ്ടി വരികയാണ്. രാത്രിക്കോ ദിൻതോ ബനാത്തേഹി, അതുകൊണ്ട് ബാബയുടെ രാത്രിയും പകലായിട്ട് മാറേണ്ടി വരും അല്ലേ. ആ സമയത്തൊക്കെ മുരളിയുടെ സമയത്തൊക്കെ ശുഭാബ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരെയും ചിലപ്പം ബാബ എല്ലാ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കും, മുരളി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായി, പകൽ പോലെയായി രാത്രിയും പകലും തമ്മിൽ വ്യത്യാസം ഇല്ലാതെയായി. അവർ ക്യാക്കരെങ്കിൽ അല്ലാതെ എല്ലാവരും എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും? അതുപോലെ അവിടെയുള്ള സേവാധാരികളും അങ്ങനെയാണ്, രാത്രി പകൽ പിന്നെ അവർക്ക് സേവയാണ്. അതുകൊണ്ട് ബാബ പറയണേ ഇസ്മേം ബി മഹാദാനി ബനോ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ മഹാദാനിയാവണം, എല്ലാവർക്കും സമയം കൊടുക്കണം. രാത്രി പകലാകേണ്ടി വരും നിങ്ങളുടെ പുരുഷാർത്ഥത്തിലും. ലാസ്റ്റ് എത്തുമ്പോൾ എല്ലാ ആത്മാക്കളും ഒന്നിച്ചു വരുമ്പോൾ നിങ്ങളും എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ രാത്രിയെ പകലാക്കി കൊടുക്കേണ്ടി വരും. എല്ലാവർക്കും സമയം കൊടുക്കണ്ടേ, എല്ലാവർക്കും ജ്ഞാനം കൊടുക്കണ്ടേ. ബാബ്കാ സ്നേഹ് നമ്പർ വാർ ഹോത്തേ ബി സബ്സെ നമ്പർ 1 ഹേ. ബാബ പറയാറുണ്ട്, ബാബ എല്ലാവർക്കും സ്നേഹം തരുന്നുണ്ട്. നിങ്ങളുടെ പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നത്. സൂര്യൻ പ്രകാശകിരണങ്ങൾ ഭൂമിയിലേക്ക് അയക്കുന്നത് ഒരുപോലെയാണല്ലേ. അല്ലെ, ഇന്ത്യയിൽ ഇത്ര കിട്ടണം, പാകിസ്ഥാൻ അത്രേ പാടുള്ളൂ, ബംഗ്ലാദേശിന് ഇത്ര കിട്ടണം, യൂറോപ്പിൽ ഇത്രേ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എന്ന് പറഞ്ഞ പോലെ ബാബ സ്നേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ സൂര്യനാണ്. ബാബ സ്നേഹം തരുന്നതും എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ നമ്മുടെ പുരുഷാർത്ഥം അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ക്രമം അനുസരിച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ, അറിയാൻ പറ്റുന്നുള്ളൂ. എങ്കിലും നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ ഈ ലോകത്ത് ആരൊക്കെയുണ്ടോ അവരെ കഴിഞ്ഞൊക്കെ കൂടുതൽ നമുക്ക് ബാബയുടെ സ്നേഹം അനുഭവപ്പെടുന്നത് നമ്പർ 1 ആണ് അല്ലെ. നമ്മളെ സ്നേഹിക്കുന്നതിൽ ബാബ നമ്പർ 1 തന്നെയാണ്. കബി ബി യഹി നഹി സമജ്നക്കി മേരെ സെ ബാബ് കാ പ്യാർ കം ഹേ. ഒരിക്കലും നിങ്ങളിങ്ങനെ ചിന്തിക്കരുത്, എന്നോട് ബാബയ്ക്ക് സ്നേഹം കുറവാണ്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അവർ കിസിസെ ജാദാ ഹേ, വേറെ ആരോടൊക്കെയോ കൂടുതലാണ് അല്ലെ. കാരണം നമ്മൾ ബാബ മിലനൊക്കെ കാണുമ്പോൾ ബാബ ചിലരെ വിളിച്ചിട്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്, ചിലരോട് അത്ര സംസാരിക്കുന്നില്ല. ബാബ പറയുന്ന എല്ലാവരോടും എനിക്ക് വളരെ കൂടുതൽ സ്നേഹമാണ്. മുഖക്കെ ബോൽ മേ കബി കിസി സെ ജാദാ കി ബോൽ ലേത്തെ ഹേ. ബാബ പറയണ നാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചിലരോട് കൂടുതൽ സംസാരിക്കുമായിരിക്കും. കബി കമ്പി ഹോത്താ ഹെ, ചിലപ്പോൾ കുറച്ചായിരിക്കും സംസാരിക്കുന്നത്. ലേക്കിൻ ദിൽ കാ പ്യാർ ബോൽ മേ നഹീം ബാണ്ടിനാ ഹെ. പക്ഷെ ഹൃദയത്തിൻ്റെ സ്നേഹം നമ്മൾ സംസാരിക്കുന്ന വെച്ച് അളക്കാൻ പറ്റില്ല അല്ലെ. ഒരാളോട് കൂടുതൽ സംസാരിക്കുന്നു അതുകൊണ്ട് കൂടുതൽ സ്നേഹമാണ്, കുറച്ച് സംസാരിക്കുന്നു അതുകൊണ്ട് കുറച്ച് സ്നേഹമാണ്. അങ്ങനെ ഹൃദയത്തിൻ്റെ സ്നേഹം സംസാരിക്കുന്ന അളവിനനുസരിച്ച് നമുക്ക് തൂക്കി നോക്കാൻ പറ്റില്ല. ബാക്കി നസ്രോ മെ ഹർ ഏക്ക് ബെച്ച നമ്പർ 1 ഹേ. ബാബയുടെ കണ്ണിൽ, അച്ഛൻ്റെ കണ്ണിൽ കുട്ടികൾ എങ്ങനെയായിരിക്കും? മൂത്ത കുട്ടി, ഇളയ കുട്ടി, അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ മൂത്ത പുത്രനായിരിക്കും കൂടുതൽ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത്. കാരണം അവൻ ആദ്യം വന്ന് കുറച്ച് മുതിർന്നതായതുകൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അവനോട് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയും. പക്ഷേ ഇളയ കുട്ടി ഓമന തന്നെയാണ്. ഓരോ വീട്ടിലും അങ്ങനെയാണല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പരമാത്മാവിന് എങ്ങനെയായിരിക്കും? ശിവബാബയ്ക്കും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ബാബ പറയുകയാണ്, എല്ലാ കുട്ടികളും ബാബയുടെ കണ്ണിൽ നമ്പർ 1 ആണ്. അഭി നമ്പർ ഔട്ട് കഹാ ഹുയേ ഹേ, ജബ് തക് ഔട്ട് ഹോ തബ് തക് ഹർ ഏക്ക് നമ്പർ 1 ഹേ. ബാബ പറയണ ഇനി റിസൾട്ട് ഔട്ടാകുന്നതിൽ പോലും നമ്പർ 1 ഇവിടെ ഒരാൾ മാത്രമേ ആയിട്ടുള്ളൂ അല്ലേ. ബ്രഹ്മബാബയുടെ മാത്രം റിസൾട്ട് ശിവബാബ ഔട്ടാക്കിയിട്ടുള്ളൂ. അല്ലെങ്കിലും അമ്മയുടെയും ബ്രഹ്മബാബയുടെയും മാത്രമേ റിസൾട്ട് ബാബ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ബാബന് റിസൾട്ട് പോലും എവിടെ പറഞ്ഞിട്ടുണ്ട്? റിസൾട്ട് പോലും പറഞ്ഞിട്ടില്ല. റിസൾട്ട് ഔട്ടാകാത്തത് വരെ എല്ലാ കുട്ടികളും നമ്പർ 1 തന്നെയാണ് ഇവിടെ. कोई भी नंबर 1 हो सकता है. ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ നമ്പർ 1 ആകാനായിട്ട് സാധിക്കും. സുനായാന നമ്പർ 1 തോ ബ്രഹ്മ സദാ ഹേ ഹി. ബാബ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, നമ്പർ 1 എന്ന് പറയുന്നത്, സത്യയുഗത്തിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഈ ബ്രഹ്മ ബാബ തന്നെയാണ്. ലേക്കിൻ ഫസ്റ്റ് ഡിവിഷൻ ബാബ്ക്കെ സാത്ത് ഫസ്റ്റ് നമ്പർ മേ ആന അർത്ഥ ഫസ്റ്റ് ഡിവിഷൻ. ബാബയുടെ ഫസ്റ്റ് ഡിവിഷനിൽ വരുന്ന 9.5 ലക്ഷത്തിൽ വരുന്നവരിൽ ആരുണ്ട്? ആ 9.5 ലക്ഷത്തിൽ വരുന്നത് നമ്പർ 1 ആയിട്ടുള്ളവർ തന്നെയാണ്. ബാബയോടൊപ്പം ഫസ്റ്റ് നമ്പറിൽ വരണം, അതാണ് ഫസ്റ്റ് ഡിവിഷൻ. ഉന്നോങ്കോ ബി നമ്പർ 1 കഹേങ്കി. അതുകൊണ്ട് അവരെയും നമ്പർ 1 എന്നാണ് പറയുന്നത്. തോ ജബ് തക് ഫൈനൽ റിസൾട്ട് ഔട്ട് നഹി ഹുയി ഹെ തബ് തക് ബാപ്ദാദ ചാഹെ ജാൻതേ ബി ഹെ. അതുകൊണ്ട് ഇതുവരെ ഫൈനൽ റിസൾട്ട് ഔട്ട് ആയിട്ടില്ല, അതുവരെ ബാപ്ദാദ चाहे जानते भी है कि वर्तमान समय के प्रमाण लास्ट है, लेकिन फिर भी लास्ट नहीं समझते हैं. അതുകൊണ്ട് ബാബയ്ക്ക് അറിയാം, ഇപ്പോൾ വർത്തമാന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അവസാനം വന്നവരായിരിക്കാം, എങ്കിലും ബാബ പറയുന്നത് ലാസ്റ്റ് ഞാൻ
അവസാനം വന്നതാണ് ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റായി പോകുമല്ലോ, അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. കബി ബി ലാസ്റ്റ് സോ ഫാസ്റ്റ് ബൻ സക്താ ഹെ, എപ്പോൾ വേണമെങ്കിലും ലാസ്റ്റിൽ നിന്ന് ഫാസ്റ്റ് ആകാനായിട്ട് സാധിക്കും. പറയണം അതിനുള്ള മാർജിനുണ്ട്, അല്ല അതിനുള്ള ഗ്യാപ്പ് ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കബി കബി ക്യാ ഹോത്താ ഹെ ജോ ബഹുത് തേജ് ചലത്തെ ഹെ വഹ് നസ്തീക് പहुंचने पर തക് ജാത്തെ ഹെ. പറയണം ചിലപ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത്, ചിലർ വളരെ തീവ്രമായിട്ട് മുന്നോട്ട് പോകും, പക്ഷെ അത് സമീപത്ത് എത്തിച്ചേരുന്നതിന് മുമ്പ് അവർ ക്ഷീണിച്ചു പോകും. അല്ല വളരെ ഫാസ്റ്റായിട്ട് ഓടും, പക്ഷെ ഇടയ്ക്ക് വെച്ച് എന്താവും, മടുപ്പ് വന്നിട്ട് നിന്നു പോകും. तो रुक जाते हैं और जो धीरे धीरे चलते हैं कभी रुकते नहीं तरीके से चलते हैं. പറഞ്ഞ ചിലരങ്ങനെയാണ് ഒരു മീഡിയം ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഒത്തിരി പുറകോട്ടും പോകത്തില്ല, ഒരുപാട് ഫാസ്റ്റായിട്ടും കുതിച്ചു പോകത്തില്ല, പക്ഷെ അവരുടെ ആ പുരുഷാർത്ഥം അവർ ബാലൻസിൽ കൊണ്ടുപോകും. അങ്ങനെ പോകുന്നവരുണ്ട്. അവരൊരിക്കലും നിൽക്കത്തില്ല, അവരാ മാർഗത്തിലൂടെ തന്നെ പൊക്കോണ്ടേയിരിക്കും. तो वह पहुंच जाते हैं, അവരവിടെ എത്തിച്ചേരും. इसलिए अभी बाप की नज़र में सब नंबर 1 है. അതുകൊണ്ട് ബാബ പറയണു എല്ലാവരും ബാബയുടെ മുന്നിൽ നമ്പർ 1 ആണ്. അല്ല ഒരുപാട് ഫാസ്റ്റായിട്ട് ചിലരൊക്കെ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട. ചിലർ അവിടെ ഒരുപാട് ഫാസ്റ്റായിട്ട് പോയിട്ട് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകാറുമുണ്ട്. അപ്പോൾ പതുക്കെ വരും. നമ്മൾ ആമയുടെ മുയലിൻ്റെയും കഥ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. മുയൽ ഫാസ്റ്റായിട്ട് ഓടി, കുറച്ച് കഴിഞ്ഞ് മുയലിന് പിന്നെ ഉറങ്ങാൻ തോന്നി. പക്ഷെ ആമ എന്ത് ചെയ്തു, ആ പതുക്കെ ആണെങ്കിലും ആ കറക്റ്റായിട്ട് നിൽക്കാതെ ഓടിക്കൊണ്ടേയിരുന്നു, പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആമ വിജയിച്ചു, അങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ. എന്ന് പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന ആ പുരുഷാർത്ഥം ബാലൻസിൽ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ബാബയുടെ ദൃഷ്ടിയിൽ എല്ലാവരും നമ്പർ 1 ആണ്. ജബ് റിസൾട്ട് ഔട്ട് ഹോഗി തബ് കഹേങ്കി ഏക് ലാസ്റ്റ് ഹെ ഏക് ഫാസ്റ്റ് ഹെ. അതുകൊണ്ട് റിസൾട്ട് ഔട്ട് ആകുമ്പം പറയാം ആരാണ് ലാസ്റ്റ് ആരാണ് ഫസ്റ്റ് എന്ന്. അഭി നഹീം കഹ് സക്തേ, ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സിർഫ് അപ്നെ നിശ്ചയ രഖ് ഉഡ്തേ ചലോ. അതുകൊണ്ട് കേവലം നമ്മളിൽ നമുക്ക് നിശ്ചയം ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മളിൽ നിശ്ചയം വെച്ചിട്ട് നമ്മൾ പറന്നുകൊണ്ടേയിരിക്കണം. ബാപ്ദാദാ കെ ആകെ ഉഡൈന കാ ദിൽ കാ പ്യാർ സബീ സേ ഹെ. ബാപ്ദാദയുടെ മുന്നിൽ എല്ലാവരെയും പറപ്പിക്കുന്നതിനുള്ള ആ ഹൃദയത്തിൻ്റെ സ്നേഹമുണ്ട്. അതെല്ലാവരോടും ഉണ്ട് ബാബയ്ക്ക്. ബാബയുടെ സ്നേഹം മാത്രം മതി നമ്മുടെ പുരുഷാർത്ഥത്തിൽ നമ്മൾ പറന്നുകൊണ്ടേയിരിക്കും. കബി ദോ ശബ്ദ് കിസിസെ കം ബോലാത്തോ കം പ്യാർ നഹി ഹെ. അതുകൊണ്ട് 2 വാക്ക് ആരോടെങ്കിലും കുറച്ചാണ് ബാബ സംസാരിച്ചതെങ്കിൽ അവരോട് സ്നേഹമില്ല എന്നല്ല. ദിൽമേ ബീസ് ബാബ് കെ പ്യാർ കി ശ്രേഷ്ഠ ശുഭകാമനായി സദാ ഭരി ഹുയി ഹെ. ഹൃദയത്തിൽ ബാബയോടുള്ള സ്നേഹം, ശ്രേഷ്ഠമായിട്ടുള്ള ശുഭകാമനകൾ സദാ നിറഞ്ഞിരിക്കുന്നുണ്ട്. ദോ ബോൽ ബി കത്തെ ഉടുത്തേ ചലോ. അതുകൊണ്ട് 2 വാക്ക് ബാബ പറഞ്ഞാൽ മതി, നിങ്ങൾ പറന്നുകൊണ്ടേ മുന്നോട്ട് പോകൂ, പറന്നുകൊണ്ട് പുരുഷാർത്ഥത്തിൽ മുന്നേറിക്കൊണ്ടേയിരിക്കൂ. തോ ഇസ്മേ ബി പ്യാർ കാ സാഗർ സമായ ഹുവാ ഹെ. അതുകൊണ്ട് ബാബ പറയുന്നത് പറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അതിൽ സ്നേഹസാഗരൻ്റെ ആ സ്നേഹം അതിൽ ലയിച്ചിട്ടുണ്ട്. കൊയ് നഹീം കഹ് സക്തേ കി ബാബ മുझे ജ്യാദാ പ്യാർ കർത്ത. ആർക്കും ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇവരെ കഴിഞ്ഞും കൂടുതൽ എന്നോടാണ് ബാബ, എന്നെയാണ് സ്നേഹിക്കുന്നത്. ഇനി അങ്ങനെ ആരെങ്കിലും പറയുകയാണെന്നിരിക്കട്ടെ, ആരെങ്കിലും പറയുകയാണ് എന്നോടാണ് ബാബയ്ക്ക് ഏറ്റവും സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? മുझे ആപ്സേ ബി ജ്യാദാ കർത്താ ഹെ. നിങ്ങൾ അവരോട് പറയണം നിങ്ങളെ കഴിഞ്ഞും കൂടുതൽ ബാബയ്ക്ക് ഇഷ്ടം എന്നോടാണെന്ന് പറയണം. കാരണം ഓരോരുത്തർക്കും അനുഭവം ഉണ്ടല്ലേ. ഓരോ കാര്യത്തിലും ബാബ സഹായിക്കുന്ന അനുഭവം ഇല്ലാത്ത ഒരു കുട്ടി പോലും ഇല്ല. ചിലർ തൻ്റെ അനുഭവം ഒരുപാട് പറയുന്നുണ്ടായിരിക്കും, ചിലർ പറയുന്നില്ലായിരിക്കും. എങ്കിലും എല്ലാവർക്കും ബാബയുടെ സ്പെഷ്യൽ കെയറിൻ്റെ അനുഭവമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും പറയുകയാണ് എന്നോട് കൂടുതൽ സ്നേഹം ഉണ്ടെന്ന് പറയാൻ നമ്മൾ പറയണം എന്നോടാണ് ബാബയ്ക്ക് കൂടുതൽ സ്നേഹമെന്ന് പറയണം. അവർ കർത്തേ ഹേ ഏസേ ഹി നഹീം കഹത്തെ ഹേ. അതുകൊണ്ട് വെറുതെ പറയുകയല്ല, ബാബ ചെയ്യുന്നുണ്ട്. സിർഫ് ദിൽ ഖുഷ് കർനെ കെ ലിയെ നഹീം കഹത്തെ ഹേ. ബാബ വെറുതെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാനായിട്ടല്ല ഇത് പറയുന്നത്. ബാബ് തോ ജാൻതേ ഹേ കി കിത്തനെ പടക്കെ ഹുയെ തക്കെ ഹുയെ ഉൽച്ചെ ഹുയെ ഫിർ സെ 5000 വർഷ കെ ബാദ് മിലേ ഹേ. അല്ലെ, ബാബയ്ക്ക് ശരിക്കും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമുണ്ട്. കാരണം ബാബയുടെ സ്വന്തം മക്കളാണ്. ഒരച്ഛൻ്റെ മകൻ കാണാതെ പോയി, അല്ലെ ബാബ സീക്കിലത്തെ വെച്ചെന്നാണ് പറയുന്നത്, കാണാതെ പോയിട്ട് കിട്ടിയ കുട്ടികളെന്നാണ് പറയുന്നത്. അപ്പോൾ കാണാതെ പോയ ആ കുട്ടി എവിടേക്കോ അലഞ്ഞ് തിരിഞ്ഞ് എവിടേക്കോ കടന്ന് ആഹാരമൊന്നും കഴിക്കാതെ ക്ഷീണിച്ച് എല്ലും തോലുമായിട്ട് തിരിച്ചെത്തുമ്പോൾ ആ അച്ഛൻ എത്ര ദയയായിരിക്കും ആ കുട്ടിയോട്. പക്ഷെ അവൻ്റെ സ്വഭാവമേ മാറിപ്പോയി.
അഴുക്ക് കൂട്ടുകെട്ടിലൊക്കെ പെട്ട് അവൻ്റെ ക്യാരക്ടർ മാറി. എങ്കിലും അച്ഛനറിയാം എൻ്റെ കുട്ടി വളരെ നല്ലതായിരുന്നു, വഴിതെറ്റിപ്പോയപ്പോൾ ഇങ്ങനെ ആയതാണെന്ന്. അതുകൊണ്ട് ബാബ പറയണം, അതുപോലെയാണ് പരമാത്മാവും നമ്മളെ കാണുന്നത്. ഭക്തിയിലൊക്കെ അനേക ജന്മങ്ങളെടുത്ത് ഒരുപാട് തീർത്ഥാടന യാത്രകളൊക്കെ നടത്തി പല സ്ഥലത്തലഞ്ഞ് പലരുടെ മുന്നിലും കുനിഞ്ഞ് കർമ്മക്കണക്കിൽപ്പെട്ട് ഒരുപാട് കർമ്മക്കണക്കിൽ ദുരിതം അനുഭവിച്ച് ക്ഷീണിച്ച് വാടി തളർന്ന് 5000 വർഷത്തിന് ശേഷം ബാബയ്ക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മളെ. ബാബിനെ ടൂണ്ട് കർത്തു നികാലാഹെ. ബാബ പറയാണ്, ഞാനിവിടെ നിങ്ങളെ അന്വേഷിച്ച് ഓരോ രാജ്യത്തിലും ഓരോ ഗ്രാമത്തിലും സേവനം ചെയ്ത് നോട്ടീസ് കൊടുത്ത് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുകയാണ്. സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് സബ്സെ നികാലാഹെ. ബാബയുടെ നാനാ ദിക്കിൽ നിന്നുമാണ് ബാബ നമ്മളെ പൊക്കിയെടുത്തത് അല്ലേ. സൗത്തും നോർത്തും ഈസ്റ്റും വെസ്റ്റും ഇങ്ങനെ ബാബ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് എല്ലാവരും കണ്ടെത്തിയത്. തോ ജിസ്കോ ഡൂണ്ട്കർ നികാലാ ഹോ തോ ഉസ്സെ കിത്ന പ്യാരാ ഹോഗ. അപ്പോൾ ഒരുപാട് അന്വേഷിച്ച് തെരഞ്ഞ് കണ്ടു കിട്ടിയതാണ്. അത്ര അമൂല്യമായിട്ടുള്ള സാധനമല്ലേ ഉള്ളൂ നമ്മൾ കാണാതെ പോയ തിരയത്തുള്ളൂ അല്ലേ. ഇപ്പോൾ തീരെ വിലയില്ലാത്ത ഒരു മുട്ടുസൂചി കാണാതെ പോയി, നമ്മൾ വേറെ മേടിക്കും. പക്ഷെ ഒരു ഡയമണ്ട് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു, ഞാൻ അവിടെ കിടക്കട്ടെ, അത് പോട്ടെ എന്ന് വെക്കുമോ? എങ്ങനെയെങ്കിലും ലൈറ്റൊക്കെ കൊണ്ടുവന്ന് ഇരുട്ടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ അവിടെ എല്ലാം ടോർച്ചൊക്കെ അടിച്ചു നോക്കി, അല്ലെങ്കിൽ ഫർണിച്ചർ മുഴുവൻ വീടിൻ്റെ വെളിയിൽ എടുത്തിട്ടിട്ട് നമ്മൾ ആ മുറി മുഴുവൻ തിരക്കിട്ട് അത് കണ്ടുപിടിക്കില്ലേ. അതുകൊണ്ട് ബാബ പറയുകയാണ്, അതുപോലെ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ട് കണ്ടെത്തിയാൽ എനിക്ക് എത്ര സ്നേഹം ഉണ്ടായിരിക്കും. നഹി ദോ ടൂണ്ടത്തെ ഹി നഹി, ഇല്ലെങ്കിൽ ഞാൻ അന്വേഷിക്കില്ല. അവർ സാഗർക്കെ പാസ് പ്യാർക്കി കമിഹേക്ക. ഇനി നിങ്ങൾ വേറൊന്ന് ഓർത്ത് നോക്കി, സ്നേഹസാഗരമെന്നാണ് ബാബയുടെ മഹിമ നമ്മൾ പാടുന്നത്. സാഗരത്തിൻ്റെ അടുത്ത് സ്നേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? എല്ലാവരോടും ബാബയ്ക്ക് ഒരുപാട് സ്നേഹമുണ്ട്. ഏതു ദിലാരാം ജാനേക്ക് ഹർ ഏക ദിൽ സെ പ്യാർ കിത്നാ ഹേ. ബാബറിന് ദിലാരാമൻ അറിയാം ഓരോ കുട്ടികൾക്കും ബാബയോട് ഹൃദയത്തിൽ നിന്ന് എത്ര സ്നേഹമുണ്ടെന്ന്. ക്യാബി ഹോ ലേക്കിൻ പ്യാർ മേ സബി പാസ് ഹേ. അതുകൊണ്ട് ബാബ പറയാണ്, എൻ്റെ കുട്ടികളുടെ സ്വഭാവം എങ്ങനെ ആയിക്കോട്ടെ, ധാരണയിൽ നമ്പർ വാറാണ്, ബാബയെ ഓർമ്മിക്കുന്നതിൽ നമ്പർ വാറാണെങ്കിലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ബാബ എല്ലാവർക്കും പാസ് മാർക്ക് തന്നിരിക്കുകയാണ്. എല്ലാവർക്കും ബാബയുടെ സ്നേഹമുണ്ട്. ബാബ് സെ പ്യാർ കാ സർട്ടിഫിക്കറ്റ് തോ ബാബ്നെ പഹലേ ഹി ദേ ദിയാ ഹെ. അതുകൊണ്ട് ബാബ പറയുന്നത് ഫൈനൽ റിസൾട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആർക്കും തന്നിട്ടില്ല. നിങ്ങൾ സത്യയുഗത്തിൽ വരുമോ ത്രേതായുഗത്തിൽ വരുമോ, ഇതിൻ്റെ ഒന്നും സർട്ടിഫിക്കറ്റ് ബാബ തന്നിട്ടില്ല. അതൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് തരാം നമ്പർ 1 ആകുമ്പോൾ. പക്ഷെ ബാബ ഒരു സർട്ടിഫിക്കറ്റ് നേരത്തെ തന്നിട്ടുണ്ട്, അത് ബാബയോടുള്ള സ്നേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ്. അതെല്ലാവർക്കും തന്നു കഴിഞ്ഞു. अच्छा चारा और के आदि स्नेह भरे दिल के साज सुनाने वाला दिलाराम के दिल രൂപാവവും അവരുടെ നാനാഭാഗത്തുമുള്ള അതിസ്നേഹം ഹൃദയത്തിൽ നിറച്ച് ബാബയെ ഓർമ്മിക്കുന്ന, ബാബയോട് മധുരമായി സംസാരിക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ മേളം ബാബയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കുന്ന ദിലാരാമൻ്റെ ഹൃദയത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് സദാ ഓരോ കർമ്മത്തിലും ഫാദറിനെ കാണിച്ചു കൊടുക്കുന്ന പുത്രന്മാരായിട്ടുള്ള, സദാ ഓരോ വാക്കിലൂടെയും ബാബയോട് സംബന്ധം യോജിപ്പിക്കുന്ന, സദാ തൻ്റെ ആത്മീയ ദൃഷ്ടിയിലൂടെ ആത്മാക്കളെ തൻ്റെ അച്ഛൻ ആരാണ് എന്ന് അനുഭവിപ്പിക്കുന്ന, ബാബയെ പ്രത്യക്ഷപ്പെടുത്തുന്ന, ബാബയുടെ ദിൽ തക്ത് ജീത്, ബാബയുടെ ഹൃദയ സിംഹാസനത്തെ ജയിച്ച, മായയെ ജയിച്ച, ജഗത്തിനെ ജയിച്ച കുട്ടികൾക്ക് ദിലാരാമനായിട്ടുള്ള ബാബയുടെ സ്നേഹസ്മരണയും നമസ്തേയും. പേഴ്സണലായിട്ട് ബാബ എല്ലാവരെയും അതിനുശേഷം കാണും. ഓരോ ഗ്രൂപ്പിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയും, അവരോട് സംസാരിക്കും. അപ്പോൾ ബാബ സംസാരിച്ച കാര്യമാണ് ഇനി അടുത്തത് വായിക്കാൻ പോകുന്നത്. യാദ് കി ശക്തി സദാ ഹർ കാര്യമേ ആകെ ബഠാനെ വാലി ഹെ. ഓർമ്മയുടെ ശക്തി, ബാബയെ ഓർമ്മിക്കുമ്പോൾ കിട്ടുന്ന ശക്തി ഏതൊരു പ്രശ്നം വന്നാലും ശരി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ്. യാദ് കി ശക്തി സദാക്കേലി ശക്തിശാലി ബനാത്തി ഹെ. ഓർമ്മയുടെ ശക്തി സദാകാലത്തേക്ക് നമ്മളെ ശക്തിശാലിയാക്കുന്നതാണ്. യാദ് കി ശക്തിക്ക് അനുഭൂതി സർവശ്രേഷ്ഠ അനുഭൂതി ഹെ. ഓർമ്മയുടെ ശക്തി, അതിൻ്റെ അനുഭൂതി ഉണ്ടാകുന്നത് സർവശ്രേഷ്ഠമായിട്ടുള്ള ശക്തിയാണല്ലേ. കാരണം എന്താണ്? അത് ആത്മാവിനുണ്ടാകുന്നതാണ്. ആത്മാവിൽ നിന്നാണ് ഇന്ദ്രിയങ്ങൾക്ക് കർമ്മം ചെയ്യാനായിട്ടുള്ള ശക്തി കിട്ടുന്നത്. പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ശക്തി നമ്മുടെ ആത്മാവിൻ്റെ ശക്തിയാണ്.
കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ശക്തി, മറ്റുള്ളവരുടെ സ്വഭാവത്തെ ഉൾക്കൊള്ളാനായിട്ടുള്ള ശക്തി, തീരുമാനം എടുക്കാനായിട്ടുള്ള ശക്തി, ഈ എല്ലാ ശക്തിയും കിട്ടുന്ന ഓർമ്മയിലൂടെയാണ്. അതുകൊണ്ട് ഓർമ്മയുടെ ശക്തിയാണ് സർവ്വശ്രേഷ്ഠമായിട്ടുള്ള അനുഭൂതിയുടെ ശക്തി. ഈ ശക്തി ഹർ കാര്യമേ സഫലതാക്ക അനുഭവ കരാത്തി. ഈ ഒരു ശക്തിയാണ് എല്ലാ കാര്യത്തിലും നമ്മളിൽ സഫലത ഉണ്ടാക്കുന്നത്, സഫലത അനുഭവിപ്പിക്കുന്നത്. ഇസി ശക്തിക്ക് അനുഭവസെ ആകെ ബെഡ്നെ വാലെ ആത്മാവും. ഈ ശക്തിയുടെ അനുഭവത്തിലൂടെ പുരോഗമിക്കുന്ന ആത്മാവാണ്. ഏ സ്മൃതി മേ രഖ് ജിത്തന ആകെ ബെഡന ചാഹു ബഡ് സക്തേ ഹോ. ഇത് സ്മൃതിയിൽ വെച്ചിട്ട് എത്ര പുരോഗമിക്കണോ അത്രയും നമുക്ക് പുരോഗമിക്കാനായിട്ട് സാധിക്കും. ഇസി ശക്തി സെ വിശേഷ സഹയോഗ പ്രാപ്ത ഹോത്താ രഹേങ്ക. ഈ ശക്തിയിലൂടെ വിശേഷ സഹയോഗം പ്രാപ്തമാകും. രണ്ടാമത്തത് സദാ ഹർ കാര്യകർത്തെ സ്വയം കോ സാക്ഷി സ്ഥിതി മേ സിദ്ധ രഖ്. കാര്യ കരാനെ വാലെ ന്യാരി ആത്മാഹു. സദാ ഓരോ കാര്യവും ചെയ്തുകൊണ്ട് സ്വയം സാക്ഷി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് കാര്യങ്ങൾ ചെയ്യിക്കുന്ന വേറിട്ട ആത്മാവാണോ? സദാ ഓരോ കാര്യവും ചെയ്യണം, പക്ഷേ സാക്ഷി സ്ഥിതിയിലായിരിക്കണം. ആ കാര്യം അയ്യോ ഞാൻ ചെയ്താലേ നടക്കുകയുള്ളൂ, ഞാൻ ചെയ്യുന്നത് കൊണ്ട് അത് അവർക്ക് റിസൾട്ട് ഉണ്ടായി, അവിടെ ഞാൻ വന്നു അല്ലേ. അതുകൊണ്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ സാക്ഷിയായിരിക്കണം. സാക്ഷിയായിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബയുടെ കാര്യമാണിത്, ബാബയാണ് ചെയ്യിക്കുന്നത്, ഞാൻ ജസ്റ്റ് നിമിത്തമാണ് അല്ലെ. നിമിത്ത ഭാവമാണ് സാക്ഷി ഭാവത്തിലേക്ക് മാറുന്നത്. അതുകൊണ്ട് ഞാൻ നിമിത്തമാണ്. ബാബയ്ക്ക് ശരീരമില്ല, എൻ്റെ ശരീരം ബാബ ഉപയോഗിക്കുകയാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമ്മൾ സ്ക്രൂ അഴിക്കുകയാണ്. ആ സ്ക്രൂ ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കഴിവല്ല അല്ലെ, അഴിക്കുന്ന വ്യക്തിയുടെ ശക്തിയാണ് ആ സ്ക്രൂവിനെ അതിൽ നിന്ന് ഊരിയെടുക്കുന്നത്. അതുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരു ഉപകരണം മാത്രമാണ്. എന്ന് പറയുന്നത് പോലെ ഓരോ ആത്മാവിനും മംഗളം ചെയ്യുക എന്നുള്ളത് ബാബയുടെ മിഷനാണ്, ബാബയുടെ സങ്കല്പമാണ്. ബാബയുടെ സങ്കല്പം സത്യമാവുക തന്നെ ചെയ്യും. അതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയി ഞാൻ അതിൽ സഹകരിക്കുന്നില്ല എങ്കിൽ ബാബയ്ക്ക് ആ സ്ഥാനത്ത് വേറെ കുട്ടികൾ വരും. അതുകൊണ്ട് ബാബയ്ക്കൊരു ശരീരം കിട്ടിയാൽ മതി, ബാബ ചെയ്തോളും. അതുകൊണ്ട് ബാബ പറഞ്ഞ സാക്ഷി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ഓരോ കാര്യവും ചെയ്യണം. അങ്ങനെ ബാബ എന്നെക്കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പ്രശ്നത്തിൽ നിന്നും കാര്യത്തിൽ നിന്നും അതിൻ്റെ പ്രഭാവത്തിൽ നിന്നും വേറിട്ട ആത്മാവാണ്. ഞാൻ സാക്ഷി സ്ഥിതി ഇരുന്നാൽ മതി, ശാന്തമായിട്ടിരുന്നാൽ മതി. ഏസെ അനുഭവ കർത്തേ ഹോ. ഇങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? സാക്ഷി പൻകി സ്ഥിതി സദാ ഹർ കാര്യ സഹജ സഫൽ കർത്തി ഹെ. സാക്ഷി അവസ്ഥയാകുന്ന സ്ഥിതി സദാ ഓരോ കാര്യവും സഹജമായിട്ട് സഫലമാക്കുന്നതാണ്. സാക്ഷി പൻകി സ്ഥിതി കിത്തിനി പ്യാരി ലഗ്തി ഹെ. സാക്ഷി സ്ഥിതിയിൽ നിങ്ങളൊന്ന് സ്ഥിതി ചെയ്ത് നോക്കുക, അത് എത്ര പ്രിയപ്പെട്ടതായിരിക്കും. സാക്ഷി ബൻ കാര്യ കർണേ വാലി ആത്മാ സദാ ന്യാരി അവർ ബാക്കി പ്യാരി ഹെ. സാക്ഷി അവസ്ഥയിൽ ഇരുന്ന് കാര്യം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആത്മാവ് സദാ പ്രശ്നങ്ങളിൽ നിന്നും ആകർഷണങ്ങളിൽ നിന്നും വേറിട്ടവരായിരിക്കും. പ്രശ്നങ്ങൾ കാരണം അവർ ഡിസ്റ്റർബ് ആവില്ല. ആരോടെങ്കിലും ആകർഷണം ഉണ്ടായി അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ ആകർഷിക്കുന്നു, അങ്ങനെ ഒരു അവസ്ഥയെ അവർക്കുണ്ടാവില്ല. രണ്ടിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിരിക്കും. അതുകൊണ്ട് ബാബയ്ക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. तो इसी अभ्यास से कर्म करने वाले अलौकिक ആത്മാവും ഈ അഭ്യാസത്തിലൂടെ കർമ്മം ചെയ്യുന്നവരെയാണ് അലൗകിക ആത്മാവ്. ലൗകികത്തെ ജയിച്ചവർ അലൗകിക ആത്മാവ്. അലൗകിക അനുഭൂതി ചെയ്യുന്നവർ, അലൗകിക ജീവിതം ജീവിക്കുന്നവർ, ശ്രേഷ്ഠ ജീവിതം നയിക്കുന്ന ആത്മാവാണ്. ഈ ലഹരി നിങ്ങൾക്കുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. കർമ്മ കർത്തെ യഹി അഭ്യാസ് ബഡാത്തെ രഹു. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾ ഡെയിലി കർമ്മം ചെയ്യുന്നുണ്ടല്ലോ, കർമ്മം ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു സമാനമാണ് സാക്ഷി. അതുകൊണ്ട് സാക്ഷി സ്ഥിതിയിലിരിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് ലോകത്തിൽ ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്, കർമ്മം ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. അതുകൊണ്ട് അറ്റൻഷൻ, നമുക്ക് അറ്റൻഷൻ വേണം. കർമ്മം ചെയ്യുമ്പോൾ ഞാൻ സാക്ഷി അവസ്ഥയിലാണോ അതോ കർമ്മത്തിൽ മുഴുകി പോകുന്ന അവസ്ഥയിലാണോ? അതുകൊണ്ട് സാക്ഷി അവസ്ഥയിലിരിക്കണം, ബാബയുടെ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോ കാര്യവും സഹജമായിട്ട് വിജയം ഉണ്ടാവും. അതുകൊണ്ട് സാക്ഷി എന്ന് പറഞ്ഞാൽ വേറിട്ടതുമാണ്, പ്രിയപ്പെട്ടതുമാണ്. ഈ അഭ്യാസം നമ്മളെ കർമാതീത സ്ഥിതി നേടിത്തരുന്നതാണ്. നമുക്ക് കർമാതീത സ്ഥിതിയിൽ നമ്മൾ എത്തിച്ചേരണം അല്ലേ. നമ്മൾ യോഗത്തിൻ്റെ ഓരോ അവസ്ഥയാണ്. സ്ഥിതി ആർജിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിജയം. നമ്മുടെ പ്രാക്ടിക്കൽ വിജയം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിതി ആർജിക്കുക. ഞാനിപ്പോൾ രാവിലെ അമൃതബാല ഡെയിലി ചെയ്യുന്നുണ്ട്, അല്ലെ വൈകിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ മുഴുവൻ പുരുഷാർത്ഥവും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ജ്ഞാനം കേൾക്കുന്ന എന്തിനു വേണ്ടിയാണ്?
ജ്ഞാനം കേൾക്കുമ്പോഴാണ് നമുക്ക് യോഗം ശരിയാവുന്നത്. ജ്ഞാനം യോഗം ശരിയാകുമ്പോഴാണ് നമുക്ക് ധാരണ ശരിയാവുന്നത്. ധാരണ ശരിയാകുമ്പോഴാണ് നമുക്ക് സേവ കറക്റ്റ് ആകുന്നത്, അല്ലേ? ബാബ ഇന്ന് സേവയെക്കുറിച്ചാണ് പറയുന്നത്. കർട്ടൻ മാറണം, ബാബ ആരാണെന്ന് പ്രത്യക്ഷമാകണം. ബാബ ഇപ്പോൾ കർട്ടൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുകയാണ്. എന്ത് കർട്ടനാണിത്? ഒന്ന് നമ്മുടെ മഹിമ നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഗുണഗാനം നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ അവിടെ മറഞ്ഞുപോയി. അതുകൊണ്ട് ആ കർട്ടൻ നമ്മൾ മാറ്റണം. ബാബയുടെ ഗുണഗാനം നമ്മുടെ കണ്ണിലൂടെ, നടത്തത്തിലൂടെ, കർമ്മത്തിലൂടെ, നമ്മുടെ വാക്കിലൂടെ ബാബയെ പ്രത്യക്ഷപ്പെടുത്തണം. അതുകൊണ്ട് ബാബ പറയണം, അതാണ് സാക്ഷി അവസ്ഥ. അതുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ അഭ്യാസം വർദ്ധിപ്പിക്കണം. ഞാനല്ല ചെയ്യുന്നത്, ബാബയെ ചെയ്യുന്നത്. ഈ അഭ്യാസം നിങ്ങളെ കർമ്മത്തിൻ്റെ അതീതമായിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തിക്കുന്നതാണ്. ഈ അഭ്യാസത്തെ സദാ വർദ്ധിപ്പിക്കൂ. കർമ്മ കർത്തി ന്യാരി അവർ ബാബയ്ക്ക് പ്യാരെ രഹന. കർമ്മം ചെയ്തുകൊണ്ടും വേറിട്ടിരിക്കണം, ബാബയ്ക്ക് പ്രിയപ്പെട്ടവരായിട്ടിരിക്കണം. ഇവരെയാണ് പറയുന്നത് ശ്രേഷ്ഠ ആത്മാവെന്ന്. മൂന്നാമത്തതാണ് സദാ ശ്രേഷ്ഠ ഖജനാവോസി ഭർപൂർ ആത്മാവും. സദാ ശ്രേഷ്ഠമായിട്ടുള്ള ഖജനാവ്, ആ ഖജനാവ് കൊണ്ട് നിറഞ്ഞ ആത്മാവാണ്. ഇങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ നിറഞ്ഞ ആത്മാവാണെന്ന്? ജോ അഗൂഡ് ഖജാനാവസി ഭർപൂർ ഹോഗ. ആരാണോ അക്ഷയമായിട്ടുള്ള ഖജനാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്, ഉസ്കോ റുഹാനി നഷ കിത്തന ഹോങ്ക. അവർക്ക് ആത്മീയമായിട്ടുള്ള ലഹരി എത്രയുണ്ടായിരിക്കും? സദാ സർവ്വ ഖജാനോസി ഭർപൂർ ഹും. സദാ സർവ്വ ഖജനാക്കളാൽ നിറഞ്ഞതാണ്. ഈ ആത്മീയ സന്തോഷത്തിൽ നിങ്ങൾ പുരോഗമിച്ചുകൊണ്ടേ മുന്നോട്ട് പോകൂ. സർവ്വ ഖജാനോസി ആത്മാവോങ്കു ജഗായെ സാത്തി ബനാ ദേങ്കെ തോ ഭർപൂർ അവർ ശക്തിശാലി ആത്മാ ബൻ ആകെ ബെടുത്തെ രഹേങ്കി. സർവ്വ ഖജനാക്കളാലും ആത്മാക്കളെ ഉണർത്തണം. സർവ്വ ഖജനാക്കളാലും ആത്മാക്കളെ ഉണർത്തി സാത്തി ആക്കി തീർക്കണം, കൂട്ടുകാരാക്കി തീർക്കണം, അല്ല? ആദ്യം ഉണർത്തി അവർ ശിവബാബയെ തിരിച്ചറിഞ്ഞു. പക്ഷെ സേവ ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു കുട്ടി ബാബയുടെ സേവ ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സബ്ജക്റ്റ്, അല്ലേ? പുരുഷാർത്ഥത്തിലെ ലാസ്റ്റ് സബ്ജക്റ്റ് വരെ അവരെ എത്തിക്കണം. ആദ്യത്തെ സബ്ജക്റ്റാണ് ജ്ഞാനം, രണ്ടാമത്തെ സബ്ജക്റ്റാണ് യോഗം. ചിലർ ജ്ഞാനം മനസ്സിലാക്കിയിട്ട് പോകുന്നവരുണ്ട്. ഈശ്വരൻ എന്നുള്ളത് സർവ്വവ്യാപിയല്ല, പരമാത്മാവാണ്, കറക്റ്റാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറച്ചൊരു ക്ലാസ് കേൾക്കായിരിക്കും, പിന്നെ ഈ അറിവുള്ളിലുണ്ടായിരിക്കും, പക്ഷേ മെഡിറ്റേഷൻ ഒന്നും ചെയ്യുന്നവരായിരിക്കില്ല. അതുകൊണ്ട് രണ്ടാമത്തെ സബ്ജക്റ്റിലേക്ക് അവരെ എത്തിക്കണം. അതാണ് നമ്മുടെ പുരുഷാർത്ഥത്തിൽ നമ്മൾ ഒരാളെ പഠിപ്പിക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ജ്ഞാനം കേട്ടു രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ബാബയെ ഓർമ്മിക്കാൻ പഠിപ്പിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ബാബയുടെ സേവനം ചെയ്യാൻ പഠിപ്പിക്കുക. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ എത്തുന്ന ആ സെൻറ്ററുകളൊക്കെ ഒന്ന് നോക്കിക്കേ. അതിൽ ഒരുപാട് സേവാധാരികളുള്ള സെൻറ്റർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ധാരണയിൽ എത്തിയ സെൻറ്ററുകളാണ്. അല്ലെങ്കിൽ അങ്ങനെ പുരുഷാർത്ഥം ചെയ്യുന്നവർ നോക്കുക, അവർ പുരുഷാർത്ഥത്തിൽ കുറച്ചുകൂടി ഉയർന്ന സ്റ്റേജിലാണ്, കുറച്ചുകൂടെ പ്രാപ്തി എടുക്കുന്നവരാണ് സേവാധാരികളായിട്ടുള്ളവർ. ഇനി നാലാമത്തെ സ്റ്റെപ്പാണ്, സേവാധാരികളല്ല, ധാരണയിലെത്തിയവർ. നാലാമത്തെ സ്റ്റെപ്പാണ് സേവാധാരി. ഈശ്വരൻ്റെ മെസ്സേജ് എത്തിച്ചു കൊടുക്കുക. എങ്ങനെ എത്തിച്ചു കൊടുക്കുക? ബാബ ഇന്ന് എന്താ പറഞ്ഞാൽ കർമ്മത്തിലൂടെ, തൻ്റെ കണ്ണുകളിലൂടെ, തൻ്റെ വാക്കുകളിലൂടെ. അതുകൊണ്ട് ബാബ പറഞ്ഞ ജ്ഞാനം കൊണ്ട് പറയുന്ന സാധാരണ കാര്യമാണ്, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വിധിയിലൂടെ എത്തിക്കണം. എന്തിലൂടെയാണ്? നമ്മുടെ സാക്ഷി ഭാവത്തിലൂടെ. ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്. അങ്ങനെ കർട്ടൻ മാറ്റുന്ന സേവ ചെയ്യണം, ഞാനെന്നുള്ളത് ഇല്ലാതാക്കുന്ന സേവ ചെയ്യണം. അങ്ങനെ ബാബയെ ആ സേവനത്തിന്, ബാബയുടെ സേവനത്തിന് മറ്റുള്ളവരെ നമ്മുടെ കൂട്ടുകാരാക്കി തീർക്കണം. അങ്ങനെ നിറഞ്ഞവരും ശക്തിശാലി ആത്മാവുമായിട്ട് നിങ്ങൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കണം. നാലാമത്തതാണ് സദാ ബുദ്ധിയിൽ സ്മൃതി ഉണ്ടായിരിക്കണം. ബാബയാണ് എല്ലാം ചെയ്യിക്കുന്നയാൾ. ബാബ എന്നെക്കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ജസ്റ്റ് നിമിത്തമാണ്. നിമിത്ത് ബെൻ കർണേ വാലെ സദാ ഹൽക്കി രഹത്തെ. നിമിത്തമാണ്, ഞാനല്ല ഇത് ചെയ്യിക്കുന്നത് എന്നുള്ള ബോധമുള്ളവർ, അവരുടെ മനസ്സ് വളരെ ലൈറ്റായിരിക്കും. കാരണം ഉത്തരവാദിത്വം എനിക്കല്ലല്ലോ, ചെയ്യിക്കുന്ന ബാബയ്ക്കാണ്, ഞാൻ ചെയ്യുകയാണ്. ഈ സ്മൃതി ഉണ്ടെങ്കിൽ എത്ര ഭാരമുള്ളതായിക്കോട്ടെ, അത് ബാബയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റാണ്, എനിക്ക് യാതൊരു ഭാരവുമില്ല, ടെൻഷനുമില്ല, ഞാൻ ജസ്റ്റ് നിമിത്തമാണ്. കരാനെ വാല കരാരഹ. ചെയ്യിക്കുന്നയാൾ അത് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് പറയുന്നത് ബേഫിക്കർ ബാദ്ഷാഹ്. ഇതിനെയാണ് പറയുന്നത് നിശ്ചിന്ത ചക്രവർത്തി. തോ കരാവൻ ഹാർ കരാരഹ. അതുകൊണ്ട് ചെയ്യിക്കുന്നയാൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിധിയിലൂടെ സദാ പുരോഗമിച്ചു കൊണ്ടേയിരിക്കൂ.
അഞ്ചാമത്തതാണ് ബാപ്കി ഛത്ര ഛായാമേ രഹനെ വാലെ ശ്രേഷ്ഠ ആത്മാഹും, ബാബയുടെ കുടക്കീഴിലിരിക്കുന്ന ശ്രേഷ്ഠ ആത്മാവാണ്, അല്ലെ ബാബയുടെ സംരക്ഷണത്തിലിരിക്കണം, കുടക്കീഴിലിരിക്കണം, അങ്ങനെയുള്ള ശ്രേഷ്ഠ ആത്മാവാണ്. ഈ അനുഭൂതി ഉണ്ടാകുന്നുണ്ടോ? ജോ അഭി ഛത്രഛായമേ രഹത്തെ ഹെ വഹ് ഛത്രധാരി ബനത്തെ ഹെ, ആരാണോ ഇവിടെ കുടക്കീഴിലിരിക്കുന്നത്, ബാബയുടെ കുടക്കീഴിൽ എന്താണ്? ബാബയുടെ ഓർമ്മ, ബാബയുടെ ഓർമ്മയിലെ സേവനയിലിരിക്കുക, ബാബയുടെ കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാബയുടെ സംരക്ഷണത്തിൽ തന്നെയാണ്, അല്ലേ? ഏതു കുട്ടിയാണോ ബാബയുടെ കാര്യം നോക്കുന്നത് ആ കുട്ടിയെ തീർച്ചയായിട്ടും ബാബയും നോക്കും. ഇത് ബാബ പറഞ്ഞിട്ടുണ്ട്. ഏതു കുട്ടിയാണോ ബാബയെ ഓർമ്മിക്കുന്നത് ആ കുട്ടിയെ ബാബയെ ഓർമ്മിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഛത്രഛായ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാബയുടെ ഓർമ്മയിലും സേവനത്തിലും ഇരിക്കുക, ബാബയുടെ കുടക്കീഴിലാണ് അവർ, ആ ഒരു സ്മൃതിയിലിരിക്കണം. അതുകൊണ്ട് ബാബ പറയുന്നത് ഛത്രഛായയിൽ ഇരിക്കുന്നവരാണ് ഛത്രധാരി ആവുന്നത്. ഛത്രധാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യയുഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിൻ്റെ പുറകിൽ ഒരു കൊടയുണ്ടായിരിക്കും, പുറകിലല്ല അവരുടെ ശിരസിന് മുകളിൽ ഒരു കൊടയുണ്ടായിരിക്കും. അപ്പോൾ ആ കുടക്കീഴിലാണ് അവിടുത്തെ രാജാവ് ഇരിക്കുന്നത്. കാരണം എന്താണ്? ഇവിടെ ആരാണോ ബാബയുടെ ഓർമ്മയുടെ കുടക്കീഴിൽ ഇരുന്നത് അവർക്കാണ് സത്യയുഗത്തിൽ സിംഹാസനത്തിന് മുകളിൽ കൊടയുള്ളത്. അതുകൊണ്ട് ബാബ പറയുന്നത് ഛത്രധാരി ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. രണ്ട് ഛത്രഛായയിൽ ഇരിക്കുന്നവർ ഭാഗ്യവാനായിട്ടുള്ള ആത്മാക്കളാണ്. യഹ് ഖുഷി രഹത്തി ഹേന, ഈ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഛത്രഛായ ഹി സേഫ്റ്റി കാ സാധനയ്ക്ക്. അതുകൊണ്ട് ഛത്രഛായ എന്ന് പറഞ്ഞാൽ ബാബയുടെ സ്മൃതിയാകുന്ന കുടക്കീഴിൽ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് സുരക്ഷിതമായി ഇരിക്കുന്നതിനുള്ള സാധന. ഈ ഛത്രഛായക്ക് അന്തർ കൊയ് ആനഹി സക്ത, ഈ ഛത്രഛായയുടെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവിനും പ്രവേശിക്കാൻ പറ്റില്ല. ബാക്കി ഛത്രഛായക്ക് അന്തർഹേ യഹ് ചിത്ര സദാ സാമനെ രഘു. അതുകൊണ്ട് ബാബയുടെ കുടക്കീഴിനുള്ളിലാണ് ഇരിക്കുന്നത്. ഈ ഒരു സ്മൃതി, ഈ ഒരു ചിത്രം സദാ നമ്മുടെ മുന്നിൽ വെക്കണം, എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, ഞാൻ ബാബയുടെ കുടക്കീഴിൽ ആണ് ഇരിക്കുന്നത്. ആറാമത്തതാണ് സദാ സ്വയം ആത്മീയ ഫരിസ്ത, ആ സ്വരൂപത്തിൻ്റെ സ്മൃതിയിലിരിക്കണം. ഞാൻ ആത്മീയ ഫരിസ്തയാണ്, പ്രകാശ സ്വരൂപധാരിയാണ്. ബ്രാഹ്മണനിൽ നിന്ന് ഫരിസ്തയായി, ഫരിസ്തയിൽ നിന്ന് ദേവതയായി. യഹ് പഹേലി ഹൽ കർലിഹേന, ഈ ഒരു കടങ്കഥ നിങ്ങളിപ്പോൾ വളരെ ലളിതമാക്കിയില്ലേ? ആർക്കും അറിയത്തില്ല ബ്രാഹ്മണ ദൈവീ ദേവതായി നമ എന്ന് പറയുന്ന മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ്. ഇപ്പോൾ ആരാണ് പരമാത്മാവിൻ്റെ സന്താനം ആകുന്നത്, ബ്രഹ്മാവിലൂടെ ഈശ്വരൻ പറഞ്ഞ ജ്ഞാനം കേൾക്കുന്നത്, അവരാണ് ബ്രാഹ്മണർ. അവരാണ് പിന്നീട് ദേവതയാവാൻ പോകുന്നത്. ആ ദേവതയാണ് കലിയുഗത്തിൻ്റെ അവസാനം വീണ്ടും ഈ ജ്ഞാനം ഭഗവാൻ പറയുമ്പോൾ ബ്രാഹ്മണനായിട്ട് മാറുന്നത്. ഈ ഒരു കടങ്കഥ നമുക്കിപ്പോൾ ഈസിയായി. ഇപ്പോൾ നിങ്ങൾക്ക് കടങ്കഥകളൊക്കെ വളരെ എളുപ്പത്തിൽ അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ അറിയാം. സെക്കൻഡ് മേ ബ്രാഹ്മൺ സോ ദേവത, ദേവതാസോ ചക്ര ലഗാത്തെ ബ്രാഹ്മൺ ഫിർ ദേവത. സെക്കൻഡിൽ ബ്രാഹ്മണനിൽ നിന്ന് നമ്മൾ ദേവതയാവുകയാണ്. ദേവതയായവർ പിന്നീട് 4 യുഗങ്ങളെടുത്ത് ചക്രം കറങ്ങി അനേക ജന്മങ്ങൾക്ക് ശേഷം വീണ്ടും ബ്രാഹ്മണനാവും, പിന്നീട് ദേവതയാവും. ഇതിനെയാണ് ഹംസോ സോഹം എന്ന് പറയുന്നത്. തതത്വം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, തത്വമസി എന്ന് പറയുന്നത് ഇതിനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്കിപ്പോൾ കിട്ടിയില്ലേ? ജോ പഹേലി ഹൽ കർത്തെ ഉന്നോഹി പ്രൈസ് മിൽത്തി ഹി, ആരാണോ കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തുന്നത് അവർക്കാണ് സമ്മാനം കിട്ടുന്നത്. ജോ പ്രൈസ് മിലി ഹേന, ബാബറയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ സമ്മാനം കിട്ടിയില്ലേ. ജോ അഭി മിലി ഹെ വഹ് ഭവിഷ്യമേ ബി നഹി മിലേങ്കി, ബാബറിന് ഇപ്പോൾ കിട്ടുന്ന ഈ സമ്മാനം ഭാവിയിൽ കിട്ടത്തില്ല. പ്രൈസ് മേ ക്യാ മിലാ ഹേ, സ്വയം ബാപ് മിൽ ഗയ. അതുകൊണ്ട് ഈ സമ്മാനമായിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? സ്വയം പരമാത്മാവെന്ന അച്ഛനെയല്ലേ കിട്ടിയത്. ബാബയുടെ സ്വന്തമായി ഭാവിയിലെ രാജപദവി നമുക്ക് കിട്ടി. ബാബ പറയണ ഇനി ഭാവിയിലെ രാജപദവിയെ കഴിഞ്ഞും വലുതാണ് ഈ ലോകത്തെല്ലാവരും കാത്തിരിക്കുന്ന പരമാത്മാവ് എന്ന് പറയുന്നത്. ഭാവിയിലെ രാജപദവി എന്ന് പറഞ്ഞാൽ സ്ഥൂലമായിട്ടുള്ളൊരു സാധനമാണല്ലേ, വസ്തുവൈഭവങ്ങളൊക്കെ തന്നെയാണ്, സ്ഥൂലമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്, ലൗകിക സുഖം തരുന്നതൊക്കെ തന്നെയാണ് ഭാവിയിലെ രാജധാനി എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകത്തിലെല്ലാവരും ഭാവിയിലെ രാജധാനി സ്വർഗം, ഇപ്പോൾ സന്യാസികളാണെങ്കിൽ അവർ സ്വർഗം ആഗ്രഹിക്കുന്നില്ല, അവർ പരമാത്മാവിനെയാണ്. കാരണം സ്വർഗത്തിലെ സുഖവും ഭൗതിക സുഖമാണ് അവർക്ക് വേണ്ട എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ലോകത്തിലെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് എന്താണ്? പരമാത്മാവിനെയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ സമ്മാനം പരമാത്മാവിനെ കിട്ടുക എന്നുള്ളതാണ്. അത് നമുക്ക് കിട്ടിയില്ലേ, എത്ര ഉയർന്നതാണ്. അതുകൊണ്ട് സദാ ഈ സമ്മാനം മേടിക്കുന്ന ശ്രേഷ്ഠ ആത്മാവാണ്. ഈ ലഹരിയിലും സന്തോഷത്തിലും സദാ പുരോഗമിച്ചുകൊണ്ടിരിക്കൂ. പഹേലി അവർ പ്രൈസ് ദോനോ സ്മൃതിയുമേ സദാ രഹി. അതുകൊണ്ട് പറയണേ ഈ കടങ്കഥയും സമ്മാനവും 2 സ്മൃതിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ സ്വതവേ നമ്മൾ പുരോഗമിച്ചു കൊണ്ടിരിക്കും. ഇനി
ഏഴാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, സദാ ദൃഢസങ്കല്പത്തിലൂടെ സഫലത കിട്ടും. അതുകൊണ്ട് ദൃഢത സഫലതാക്കി ചാബിഹേ. അതുകൊണ്ട് ദൃഢതയാകുന്ന ആ വിജയത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇസ് വിധി സെ വൃദ്ധി കോ പ്രാപ്ത് കർണേ വാലി ശ്രേഷ്ഠ ആത്മാവും. ഈ വിധിയിലൂടെ വൃദ്ധി പ്രാപ്തമാക്കുന്ന ശ്രേഷ്ഠ ആത്മാവാണോ? ഏസേ അനുഭവ ഹോത്താ ഹേന. ഇങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ദൃഢസങ്കല്പത്തിൻ്റെ വിശേഷത കാര്യത്തിൽ സഹജമായിട്ടും സഫലതയുണ്ടാക്കി വിശേഷാത്മാവാക്കി തീർക്കും. ദൃഢസങ്കല്പത്തിൻ്റെ വിശേഷത. അതുകൊണ്ട് നമ്മുടെ ക്യാരക്ടറിൽ ഒരു തീരുമാനം എടുത്തു ഇത് നടപ്പാക്കണം, അതിൽ തന്നെ ഉറച്ചു നിൽക്കണം, അതിൽ തന്നെ ശ്രദ്ധിച്ച് അതിനുവേണ്ടി വീണ്ടും വീണ്ടും പരിശ്രമിച്ച് വിജയത്തിലെത്തിക്കുക. ഇതൊരു വിശേഷതയാണ്. ഈ വിശേഷത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഫലത കിട്ടും, വിശേഷ ആത്മാവാക്കി തീർക്കും. അവർ കൊയ് ബി കാര്യമേ ജബ് വിശേഷ ആത്മാ ബന്ധേ ഹോ തോ സബ്കി ദുആയെ സ്വത് ഹി മിൽത്തി ഹെ. ബാക്കി ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾ വിശേഷ ആത്മാവാണ്. അതുകൊണ്ട് ബാബറിൻ്റെ വിശേഷ ആത്മാക്കൾക്ക് തീർച്ചയായിട്ടും എല്ലാവരുടെയും ആശീർവാദങ്ങൾ തന്നെ കിട്ടും. സ്ഥൂൽമേ കാര്യമേ ദുആയി നഹി ദേത്ത. അതുകൊണ്ട് സ്ഥൂലമായിട്ടുള്ള കാര്യത്തിലുള്ള അനുഗ്രഹം അല്ല. അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈകൊണ്ട് നമ്മുടെ ശിരസയെ വെച്ചിട്ട് അനുഗ്രഹിക്കുക എന്നുള്ളതല്ല. സൂക്ഷ്മത്തിൽ അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന സന്തോഷം, ആ ആത്മാവിൽ നിന്ന് വരുന്ന സ്നേഹം, അതൊരു ശക്തിയാണ്. ആ സന്തോഷവും സ്നേഹവും നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. ആ ശക്തി നമുക്ക് കിട്ടണം. അവർ ഉന്നതിമേ സഹജ സഫലത പ്രാപ്തി ഹോത്തിയെ. അപ്പോഴാണ് നമുക്ക് ഉന്നതിയിൽ സഹജമായിട്ട് സഫലത നേടാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് സദാ ദൃഢതയാകുന്ന മഹാനതയിലൂടെ സഫലത പ്രാപ്തമാക്കുന്നവരാണ്. സർവരുടെ അനുഗ്രഹങ്ങൾ നേടുന്ന ശ്രേഷ്ഠ ആത്മാവാണ്. ഈ സ്മൃതിയിലൂടെ നിങ്ങൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണ്? ഒന്ന്, ദൃഢത, ഉറച്ചു നിൽക്കുക. ഒരേ ഒരു സങ്കല്പത്തിൽ അവസാനം വരെ ഉറച്ചു നിന്ന് എല്ലാ പരീക്ഷയിലും പാസ്സാകുക. ഈ ദൃഢതയിലൂടെ അങ്ങനെ നിങ്ങൾ മഹാനതയാകാൻ പറ്റും, സഫലത പ്രാപ്തമാക്കാൻ പറ്റും. കൂടാതെ ഈ സേവനം ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് എല്ലാവരുടെ അനുഗ്രഹം കിട്ടും. എല്ലാവർക്കും പരമാത്മാവിൽ നിന്ന് പ്രാപ്തി എടുക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണല്ലേ. അപ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് എല്ലാവരുടെ സ്നേഹം കിട്ടും, അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ശക്തി കിട്ടും. അങ്ങനെ നേടിയെടുക്കുന്ന ശ്രേഷ്ഠ ആത്മാവാകണം. അങ്ങനെ ഈ സ്മൃതിയിലൂടെ നമ്മൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കണം. വരദാനം: रूहानियत की खुशबू के आधार पर सर्व को परमात्मा संदेश देने वाले ശ്രേഷ്ഠ കല്യാണകാരി ഭവ. ആത്മീയതയാകുന്ന ആത്മീയതയുടെ സുഗന്ധത്തിൻ്റെ ആധാരത്തിൽ സർവർക്കും പരമാത്മാ സന്ദേശം നൽകുന്ന വിശ്വസേവാധാരിയായി ഭവിക്കട്ടെ. അതുകൊണ്ട് ഇന്നത്തെ വരദാനം എന്താണ്? ബാബ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നമുക്ക് വരം തരികയാണ്. നമ്മുടെ ശിരസിൽ കൈവച്ചിട്ട് നമ്മൾ വിശ്വസേവാധാരിയാണ് എന്നുള്ള വരദാനം നമ്മൾ നേടുകയാണ്. रूहानियत की सर्वशक्तियाँ स्वयं धारण कर लो तो रूहानियत की खुशबू सहज ही अनेक आत्माओं को अपने तरफ आकर्षित करेगी. ആത്മീയതയാകുന്ന ആ സർവശക്തികളും നമ്മളിൽ ധാരണ ചെയ്യുകയാണെങ്കിൽ ആത്മീയതയുടെ സുഗന്ധം സഹജമായി തന്നെ ഒരുപാട് ആത്മാക്കളെ നമ്മളിലേക്ക് ആകർഷിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ഇവിടെ അല്ലേ. എല്ലാവരും പരമാത്മാവിനെ അറിഞ്ഞവരൊന്നുമല്ല. ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, നമ്മൾ അറിയാത്തവരും അറിഞ്ഞവരുമായിട്ട്. വളരെ ഫേമസ് ആയിട്ടുള്ളവർ, ആത്മീയതയിൽ ഫേമസ് ആയിട്ടുള്ളവരാണ്. ഇപ്പോൾ അമൃതാനന്ദമയി, അതുപോലെ ജഗ്ഗി വാസുദേവ്, സദ്ഗുരു എന്നറിയപ്പെടുന്ന ജഗ്ഗി വാസുദേവ്. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ശരി, അവരെയാണ് പ്രത്യക്ഷ ഷോ ചെയ്യുന്നത്, പരമാത്മാവിനെ അല്ല. എങ്കിലും അവരുടെ ആത്മാവിൻ്റെ എന്തോ ഒരു ഗുണം അവിടെ ചെല്ലുന്നവർക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ജഗ്ഗി വാസുദേവ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ശരിയായിട്ടുള്ള ജ്ഞാനമാണുള്ളത്, ആത്മാവിനെ കുറിച്ചിട്ടുള്ള കർമ്മത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം. അതുകൊണ്ട് എല്ലാത്തിനും കർമ്മത്തിന് സൊല്യൂഷൻ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. പക്ഷെ അമൃതാനന്ദമയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനമൊന്നുമില്ല. അധികം കാര്യങ്ങളൊന്നും പ്രഭാഷണത്തിലൂടെ പറയാനോ അങ്ങനെയുള്ളതൊന്നും പറയാനൊന്നും അറിയത്തില്ല. പക്ഷേ ആ ആത്മാവിൻ്റെ അടുത്ത് ചെല്ലുന്നവർക്കൊക്കെ ശാന്തി കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് പൊട്ടിക്കരയാറുണ്ട്. ഞാൻ ദേഹത്തിൻ്റെ അഹം ഇല്ലാതാകാറുണ്ട്. എല്ലാവരും വളരെ സിമ്പിളായിട്ട് മാറാറുണ്ട്. അപ്പം അങ്ങനെ അവരെ സിമ്പിളാക്കുന്ന എന്തോ ഒരു എനർജി ആ ആത്മാവിനുണ്ട്. അതുകൊണ്ട് അവർ അധികം ജ്ഞാനം പറയാതെ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് ആത്മാക്കളാണ് അമൃതാനന്ദമയി മഠത്തിൽ അമൃതാനന്ദമയെ ഫോളോ ചെയ്യുന്നത്, അവരുടെ അംഗമായിട്ട് അവരുടെ സേവനത്തിൽ പങ്കാളിയാവുന്നത്. എന്താ വെച്ചാൽ ആത്മീയതയുടെ ആ ശക്തികളുടെ സുഗന്ധം അനുഭവിക്കുന്നതാണ്. എന്തോ ആത്മാവിനൊരു ഗുണമുണ്ട്, അതിൻ്റെ സുഗന്ധം മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന എന്ന് പറയുന്നത് പോലെ നമ്മളും ആത്മീയതയുടെ സുഗന്ധം നമ്മളിൽ
ധാരണ ചെയ്യണം, നമ്മളിൽ അത് കൊണ്ടുവരണം, നമ്മുടെ കർമ്മത്തിൽ അത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആത്മീയതയുടെ സുഗന്ധം അത് പുറത്തേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ഈസിയാണ്. പിന്നെ ഓട്ടോമാറ്റിക്കലി മറ്റുള്ള ആത്മാക്കൾ നമ്മുടെ അടുത്ത് വരും. ജैसे മനസ്സ ശക്തി സെ പ്രകൃതിക്കോ തമോപ്രധാൻ സെ സതോപ്രധാൻ ബനാത്തേ ഹോ, നമ്മൾ മനസ്സിൻ്റെ ശക്തിയിലൂടെ ഈ പ്രകൃതിയിലെ പഞ്ചഭൂത തത്വങ്ങളും തമോപ്രധാനാണ്, അതിനെ സതോപ്രധാനമാക്കിയിട്ട് മാറ്റാറുണ്ട് നമ്മൾ. അതുപോലെ അന്യ ആത്മാക്കളെയും നിങ്ങൾ എന്ത് ചെയ്യണം? वैसे अन्य विश्व के आत्माएं जो आप लोगों के आगे नहीं आ सकेंगी, उनको दूर रहते हुए भी आप रूहानियत की शक्ति से बाप का परिचय व मुख्य संदेश दे सकेंगी. അതുകൊണ്ട് ലോകത്തിൽ അന്യ ആത്മാക്കളുണ്ട്, അവരിപ്പോൾ നമ്മുടെ കൺമുമ്പിലില്ല. ഇപ്പോൾ വിദേശത്താണ് കുറച്ച് പേര്. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ ഭാരതത്തിലേക്ക് ഒരുപാട് പേർക്ക് തിരിച്ച് മടങ്ങി വരാൻ പറ്റിയില്ല അല്ലേ. ബാബ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിനാശ സമയം വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും. ആരൊക്കെ ഏതൊക്കെ രാജ്യത്തായിപ്പോയി അവർക്കൊന്നും അവരുടെ സ്വരാജ്യത്തേക്ക് മടങ്ങി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭാരതത്തിൽ നിന്ന് പോയവർക്കൊന്നും ഭാരതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് അവരവിടെ ഇരുന്നിട്ട് വേണം, അന്തിമ സമയത്ത് അവരവിടെ ആയിരിക്കും, അവിടെ ഇരുന്നിട്ട് വേണം അവർ ശരീരം ഉപേക്ഷിക്കാൻ. അതുകൊണ്ട് ബാബയുടെ സേവാധാരികളായിട്ടുള്ളവരോടും ചിലരോട് ബാബ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അന്തിമ സമയത്ത് ഭാരതത്തിലായിരിക്കത്തില്ല, നിങ്ങൾ വിദേശത്തായിരിക്കും. അതുകൊണ്ട് ബാബ പറയണം, എവിടെ ഇരിക്കുന്ന ആത്മാക്കളാണെങ്കിലും ദുഃഖിക്കുന്നവർക്ക് അവർക്ക് ശാന്തി കൊടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആത്മീയതയുടെ ശക്തിയിലൂടെ നമ്മൾ പ്രകൃതിയുടെ സേവനം ചെയ്യുന്നില്ലേ? പ്രകൃതിയുടെ സേവനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കേരളത്തിലാണ്, കേരളത്തിലെ പ്രകൃതി മാത്രം തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാനമായ മതിയില്ലല്ലോ. ലോകത്തിലെ മുഴുവൻ പ്രകൃതിയും ഇപ്പോൾ തമോ പ്രധാനമാണ്. അതുകൊണ്ട് മുഴുവൻ പ്രകൃതിയെയും എൻ്റെ വിചാരങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഴുവൻ പ്രകൃതിയെ ശുദ്ധമാക്കേണ്ടത് ഞാനാണ് എന്ന് പറയുന്ന പോലെ ലോകത്തിൽ എവിടെയുള്ള ആത്മാക്കളെയും ശാന്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ എനിക്കാണ്. അതുകൊണ്ട് ബാബ പറയാണ്, പ്രകൃതിയെ നമ്മൾ ദൂരെയുള്ള പ്രകൃതിയെ പോലും ശാന്തമാക്കാനായിട്ട് നമ്മൾ സ്പിരിച്വൽ എനർജി കൊടുക്കുന്നത് പോലെ അനേക ആത്മാക്കൾ നമ്മുടെ മുമ്പിലല്ലാതെ ദൂരെ കഴിയുന്ന ആത്മാക്കളുണ്ട്. അവർക്ക് നമ്മുടെ മുമ്പിൽ വന്ന് ഈ ജ്ഞാനം കേൾക്കാനായിട്ട് സാധിക്കത്തില്ല. അവർക്കും നമ്മൾ ദൂരെ ഇരുന്നു കൊണ്ടും ആത്മീയതയുടെ ശക്തി ഉപയോഗിച്ച് ബാബയുടെ പരിചയം, മുഖ്യമായിട്ടുള്ള സന്ദേശം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് സൂക്ഷ്മ മിഷനറി ജബ് തേജ് കറു, ഇത് സൂക്ഷ്മമായിട്ടുള്ള ഒരു കർത്തവ്യമാണല്ലേ, സ്ഥൂലമായിട്ടല്ല. ഇപ്പോൾ എഴുത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ വായ്മൊഴിയായിട്ടോ അല്ലെങ്കിൽ വീഡിയോയിലൂടെയോ നേരിട്ട് കാണുന്ന പോലെയൊന്നും അല്ല. സൂക്ഷ്മമായിട്ട് അവരുടെ ആത്മാവിൽ സ്വപ്നത്തിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് ചിലർക്കല്ലേ. എന്ന് പറയുന്നത് പോലെ കിട്ടണം. അത് നമ്മൾ ഫാസ്റ്റ് ആക്കണം. അപ്പോൾ അനേക പിടയ്ക്കുന്ന ആത്മാക്കൾക്ക് അഞ്ജലി കൊടുക്കാനായിട്ട് പറ്റും. ഇന്നത്തെ മുഴുവൻ മുരളിയും ഇതിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞതല്ലേ. അപ്പോൾ മുരളിയുമായിട്ട് ബന്ധപ്പെട്ട വരദാനമാണ് മുഴുവൻ ആത്മാക്കൾക്ക് അഞ്ജലി കൊടുക്കണം. അവർ ആ വിശ്വ കല്യാണക്കാരി കഹലായെങ്കിൽ, നിങ്ങളെ പിന്നെ വിശ്വ കല്യാണക്കാരി എന്നുള്ള ടൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ലോകത്തിൽ ആർക്കും കിട്ടാത്ത ടൈറ്റിലാണ് വിശ്വമംഗളകാരി. സ്ലോഗൻ, अपने पास शुद्ध व श्रेष्ठ संकल्प इमर्ज रखो तो व्यर्थ स्वतः मर्ज हो जाएंगे. നിങ്ങളുടെ അടുത്ത് ശുദ്ധവും ശ്രേഷ്ഠവുമായിട്ടുള്ള സങ്കല്പം എമർജാക്കി വെക്കുകയാണെങ്കിൽ വ്യർത്ഥം സ്വതവേ മർജാവും. വ്യർത്ഥ സങ്കല്പങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ശുദ്ധ സങ്കല്പങ്ങളും ശ്രേഷ്ഠ സങ്കല്പങ്ങളും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടോ അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ശ്രേഷ്ഠ സങ്കല്പം എന്താണ്, ശുദ്ധ സങ്കല്പം എന്താണ്, ബാബ ഇന്ന് മുരളി പറഞ്ഞ എന്താണ്, അത് നമ്മൾ ഓർത്തു വെക്കണം. ആ രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ബാബയുടെ മുരളി അതുപോലെ എല്ലാവരോടും പറയുക എന്നുള്ളതല്ല, നമ്മൾ ഫോളോ ചെയ്യണം. നമ്മുടെ വാക്കിലൂടെ എല്ലാവർക്കും സുഖം കിട്ടുന്നതാണോ, സന്തോഷം കിട്ടുന്നതാണോ, അത് സത്യമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ ഈ പോയിന്റുകൾ എണ്ണി പറയുക എന്നുള്ളതല്ല. ഒരാൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു, നമ്മളതിന് മറുപടി പറയുമ്പോൾ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കണം, നമുക്ക് സന്തോഷം കൊടുക്കുന്നതായിരിക്കണം. അവരുടെ കുറവുകളെ കാണുന്ന മറുപടികൾ കൊടുക്കാതിരിക്കുക, ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഇതാണ് ശുഭസങ്കല്പം, ശ്രേഷ്ഠ സങ്കല്പം. ഇതിനെ ഉണർത്തിയ വ്യർത്ഥം തനിയെ ഇല്ലാതെയാകും. അടുത്തത് ഇന്ന് വിശേഷ സൂചനയുണ്ട് എല്ലാവർക്കും വേണ്ടി, ബ്രാഹ്മണ പരിവാരത്തിലെ എല്ലാവർക്കും വേണ്ടി. എല്ലാ മാസത്തിലെയും 3-ാമത്തെ ഞായറാഴ്ച ഈവനിങ്ങിൽ ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. ഇൻ്റർനാഷണൽ യോഗ ഡേ എന്ന് പറഞ്ഞാൽ ലോകത്തിലെല്ലാവരും ഒന്നിച്ച് വിശ്വത്തിലെ പ്രകൃതിക്ക് യോഗദാനം കൊടുക്കുക. അതിനോടൊപ്പം അലയുന്ന ആത്മാക്കൾക്കും
ദുഃഖിക്കുന്ന അനേക ആത്മാക്കൾക്കും ഭഗവാന്റെ മെസ്സേജ് കിട്ടാനായിട്ടും ശക്തി കൊടുക്കാനായിട്ട് യോഗദാനം കൊടുക്കുക. അതാണ് ഇൻ്റർനാഷണൽ യോഗ ഡേ. അതുകൊണ്ട് ഇന്ന് 6:30 തൊട്ട് 7:30 വരെ നമ്മുടെ വിശ്വശാന്തി വിഷനിൽ ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ മെഡിറ്റേഷൻ കമൻട്രിയും മെഡിറ്റേഷനും ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ, എല്ലാവരും ഒന്നിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് എഫേർട്ട് മതിയല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് ഒരിടത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കുമ്പോൾ പ്രകൃതിയിലെ എല്ലാ എനർജിയും, നമ്മുടെ കർമ്മത്തിൻ്റെ എനർജിയൊക്കെ അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. എല്ലാവരും ഒന്നിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് എഫേർട്ട് എടുത്താൽ മതി, കൂടുതൽ ഫലം കിട്ടും. അതുകൊണ്ട് ഇൻ്റർനാഷണൽ യോഗ ഡേക്ക് എല്ലാവരും പങ്കെടുക്കണം. ഇൻ്റർനാഷണൽ യോഗ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് പെട്ടെന്ന് ഇമ്പ്രൂവ് ആകാൻ കഴിയുന്നതാണ്. അതിനോടൊപ്പം ഒരുപാട് ആത്മാക്കൾക്ക് ശുദ്ധ വൈബ്രേഷൻ കൊടുക്കുന്ന പുണ്യകർമ്മത്തിൽ നമുക്ക് പങ്കെടുക്കാനും പറ്റും. എല്ലാവരും ഇൻ്റർനാഷണൽ യോഗ ഡേക്ക് 6:30 തൊട്ട് 7:30 വരെ ലൈവ്, യൂട്യൂബിൽ ലൈവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സൂമിൽ ലൈവ് ഉണ്ട്. ഇതിൽ പ്രവേശിച്ചിട്ട് എല്ലാവരും പങ്കെടുക്കണം. 1 മിനിറ്റ് നമുക്ക് ബാബയെ ഓർമ്മിക്കാം. ഓം ശാന്തി. बाबा हंसती हर एक जिंदगी
जो